ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. പെർസിവറൻസ് ഈസ് സീക്രട്ട് ഓഫ് സക്സസ്. സ്ഥിരോത്സാഹമാണ് വിജയത്തിലേക്കുള്ള സുനിശ്ചിതമായ മാർഗം. പ്രതിസന്ധിയുടെ കൂരിരുട്ടിൽ നിന്ന് വിജയത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തണമെങ്കിൽ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് സ്ഥിരോത്സാഹികളായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതുവരെ, പരിശ്രമം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പരാജയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക വിജയം വരെ. അതിനി വലിയ സമയമില്ല. നിങ്ങൾ വിജയത്തോടടുത്തിരിക്കുന്നു. ഉറപ്പായും നേടുക തന്നെ ചെയ്യും. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായ പാർലമെൻറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് വസ്തുതകൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ, ഇതിലെ ന്യൂ പാർലമെൻ്ററി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങളുണ്ട്. കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിനോടനുബന്ധിച്ചുള്ള പ്രീവിയസ് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു പോകാം. വളരെ ഭംഗിയായി തന്നെ ഫ്രം ദി വെരി ബിഗിനിങ് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കണം. കാരണം ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരികയാണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഒക്കെ, ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ മാത്രമല്ല എല്ലാ പരീക്ഷകൾക്കും പ്രാധാന്യമുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. പതിവ് പോലെ ഈ ടോപ്പിക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. ചോദ്യങ്ങൾ മാത്രം, ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെല്ലാം ഉത്തരം പറയും. ക്ലാസ് കഴിയുമ്പോഴല്ല, ഇപ്പം തന്നെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നെന്ന് എനിക്കറിയാം. ഇനി ആർക്കെങ്കിലും ഇതിലെ ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വന്നാൽ ഒട്ടും വിഷമിക്കേണ്ട. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ചോദ്യം നിങ്ങൾ ഒന്നുകൂടി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. നോക്കൂ, ആദ്യത്തെ ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്, ശരി പ്രസ്താവനയാണ്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. ആണോ? നമുക്ക് പഠിക്കാം. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ്. അത് എന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. ദെൻ രാജ്യസഭാ അംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ശരിയാണോ? നോക്കാം. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ. ആണോ? ഓപ്ഷൻ നോക്കാം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 3, 4, 1, 4 എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്നത്തെ ഈ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് ആത്മാർത്ഥമായി കാണുന്ന ഒരാളും ഇതിൻ്റെ ഉത്തരം അറിയില്ല എന്ന് പറയില്ല, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ക്ലാസ് കാണുക. അടുത്തൊരു ചോദ്യം നോക്കാം. നമുക്ക് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടണേ. ആദ്യം ഇതൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. നോക്കൂ, ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ. 5 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ശരിയോ തെറ്റോ കണ്ടെത്തുക. ദെൻ അടുത്തത്, ഇതിലേതാണ് ശരി എന്നുള്ളത് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതാര്? നല്ല ചോദ്യമാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങളാണോ, ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണോ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണോ, സംസ്ഥാന നിയമസഭകളിലെയും ലോകസഭകളിലെയും അംഗങ്ങളാണോ? നല്ല ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇന്ന് ഏതാനും
സമയം കഴിയുമ്പോൾ ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം ഈ ക്ലാസ്സിൽ നിങ്ങൾക്കുണ്ടാകും, ഉറപ്പ്. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഈ ക്ലാസ് എൻ്റെ ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ചോദ്യങ്ങൾ ഒന്ന് 3-4 ചോദ്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ ചോദ്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ആൻസർ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. കാരണം അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. നമ്മൾ ആദ്യം എൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ ആണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. Parliament. The Parliament is the legislative organ of the Union government. There are 3 wings of government: the legislature, the executive and the judiciary. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളേവാ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കുണ്ട് സിലബസിൽ, ഒന്ന് പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളുണ്ട്. ദി ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ; ദി എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ സഭ; ദി ജുഡീഷ്യറി, നീതി നിർവഹണ സഭ, കോടതികൾ. ഇങ്ങനെ 3 ഘടകങ്ങളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിലെ ആദ്യത്തെ ഘടകമായ ലെജിസ്ലേറ്റീവ് ഓർഗനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ, അതല്ലേ പാർലമെൻറ്റ്. അതുകൊണ്ടാണ് ആദ്യം അത് പഠിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റ് ഈസ് ദി ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇറ്റ് ഫോളോസ് വെസ്റ്റ്മിനിസ്റ്റർ. മിനിസ്റ്റർ അല്ല, മിനിസ്റ്റർ. വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ്. വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് UK-യിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ബ്രിട്ടനിലെ ഗവൺമെൻറ്റിൻ്റെ മോഡൽ ആദ്യം തുടലെടുത്ത് അവിടെയാണ്. വേറൊന്നുമല്ല, നമ്മുടെ അതായത് ഒരു പാർലമെൻ്ററി സിസ്റ്റം, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ്, പിന്നെ ഒരു പ്രതിപക്ഷം, പിന്നെ ഒരു നോമിനൽ ഹെഡായിട്ട് രാഷ്ട്രപതി, ഇങ്ങനെ ചേരുന്ന ഒരു പാർലമെൻ്ററി സമ്പ്രദായം, അതിനെയാണ് വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ എന്ന് പറയുന്നത്. UK ആണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇതെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ശരിക്ക് UK-യിൽ, യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടനിൽ രൂപം കൊണ്ട ഒരു പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ രീതി, ഇന്ത്യയുടെ പാർലമെൻ്ററി സംവിധാനം അതാണ്. വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ വാക്ക് മാത്രം ഒന്ന് പഠിച്ചു വെച്ചിരുന്നത് അത് കേട്ടോ. പാർലമെൻ്ററി സിസ്റ്റം, ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിലേക്ക് നമുക്ക് കടക്കാം. എവിടെയാണ് ഭരണഘടനയിൽ എവിടെയാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർലമെൻറ്റ് ഈസ് മെൻഷൻഡ് ഇൻ പാർട്ട് 5 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 79 to 122. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ ഭാഗം, വളരെ വിപുലമായൊരു ഭാഗം എന്ന് പറയുന്നത് 5ാം ഭാഗമാണ്. യൂണിയനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. യൂണിയൻ എന്ന് പറയുമ്പോൾ അവിടെ പാർലമെൻറ്റ് വരും, രാഷ്ട്രപതി, പാർലമെൻറ്റിൻ്റെ അഭിവാജ്യ ഘടകമായ രാഷ്ട്രപതി വരും, അതുപോലെ തന്നെ സുപ്രീം കോടതി വരും. ഇങ്ങനെ യൂണിയൻ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ദൈർഘ്യമേറിയ ഒരു പാർട്ടാണ് 5th പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5th പാർട്ടിലാണ് പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 79 to 122, 79 മുതൽ 122 വരെയുള്ള അനുച്ഛേദങ്ങളിൽ. ഇനി നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഡാഷ് ഈസ് ദി പ്രിഡീസിസർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രിഡീസിസർ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുൻഗാമി. പ്രീവിയസ് ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പ്രിഡീസിസർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ് ആരാണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെർവ്ഡ് ആസ് ദി പ്രിഡീസിസർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്, മറക്കരുത്. ഇനി പിൻകോഡ് ഓഫ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 110001. ഇത് തന്നെയാണ് സുപ്രീം കോടതിയുടെ പിൻകോഡ്. കാരണം ഇതെല്ലാം വരുന്നത് നമ്മുടെ തിലക് മാർഗ് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ തിലക് മാർഗ് വരുന്നത് ഇതാണ് 110001. ഇതാണ് ഇതിൻ്റെ പിൻകോഡ്. ഒന്ന് ഓർത്ത് വെച്ചോളൂ, വേണമെങ്കിൽ ചോദിക്കുക. സുപ്രീം കോടതിയുടെ പിൻകോഡൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഈ കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ, മറക്കാതിരിക്കുക. ഇനി നോക്കാം,
ഇനി കോമ്പോസിഷനിലേക്ക് വരാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ചേരുമ്പോഴാണ് ഇന്ത്യൻ പാർലമെൻറ്റ്, ആ കോമ്പോസിഷൻ അതിൻ്റെ ഘടന എങ്ങനെയൊക്കെയാണ്. ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് 3 ഇൻ്റഗ്രൽ പാർട്സ്. ഇവിടെ വച്ച് പഠിക്കണം. പാർലമെൻറ്റ് മീൻസ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്, പാർലമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ വ്യക്തമായി പഠിക്കണം. രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അപ്പർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ലോകസഭ, ഹൗസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ലോവർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, പിന്നെ ഒരു ഘടകവും കൂടിയുണ്ട്, ദി പ്രസിഡൻറ്റ്. ഇവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. പാർലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എന്നേ ക്വസ്റ്റ്യനിൽ വരുള്ളൂ. എന്നിട്ട് എ ഓപ്ഷൻ രാജ്യസഭ ആൻഡ് ലോക്സഭ, പിന്നെ നമ്മളൊന്നും നോക്കൂല. പലരും അതങ്ങ് എഴുതി വയ്ക്കും ആൻസറായിട്ട്. കാര്യം എന്താണ്, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന എന്താണ്, 2 മണ്ഡലങ്ങൾ ചേർന്ന ബൈക്യാമറലിസം അല്ലേ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യസഭയും ലോകസഭയും ചേരുമ്പോൾ പാർലമെന്റ് ആയില്ലേ? തെറ്റാണ്. ഒരാൾ കൂടി വന്നില്ലെങ്കിൽ പാർലമെന്റ് പൂർണ്ണമാകില്ല. ആര്? പ്രസിഡന്റ്. പഠിക്കണം നിങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രസിഡന്റ് ഈ 2 സഭകളിൽ ഏത് സഭയിലെ അംഗമാണ്? ഒരു സഭയിലെ അംഗമല്ല. President of India is not a member of Rajya Sabha. He is not a member of Lok Sabha. Although he is not member of both the House of Parliament, he is an integral part of Parliament. ഇരു സഭകളിലും അംഗമല്ലെങ്കിലും പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. എന്തുകൊണ്ട്? ഞാൻ അതൊന്നും അങ്ങനെയൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, നിങ്ങളത് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഭാഗമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നൊക്കെ ചോദിച്ചാൽ 2-3 പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുമല്ലോ. ഞാൻ പറയട്ടെ, അതൊക്കെ വേണമെങ്കിൽ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ ഞാൻ ഇതിൽ കൊടുക്കാത്ത അഡീഷണൽ പറയുന്ന പോയിന്റുകൾ നിങ്ങളൊരു നോട്ടിൽ കുറിച്ചെടുക്കണം. നിങ്ങളത് ശീലം വയ്ക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു നോട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാം അതിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച് വരുമ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രധാന പോയിന്റുകൾ കൊടുക്കുമെന്നുള്ള ഉള്ള സത്യമാണ്. പക്ഷെ നമ്മൾ പഠിപ്പിച്ച് വരുമ്പം ചില പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കയറി വരും. അപ്പോൾ ചില അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ പറയും. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് കാണുമ്പോൾ ഒരു ബുക്കും പേനയും കൂടി കരുതി വെച്ചിട്ട് ക്ലാസ് കാണുക. അപ്പോൾ അഡീഷണൽ പോയിന്റുകൾ കുറിച്ച് വെക്കുക. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ പോകണം, നിങ്ങൾ കുറിച്ചെടുക്കണം. എന്താ ഇവിടെ പറയുന്ന പോയിന്റ്? രാഷ്ട്രപതി പാർലമെന്റിന്റെ അവിഭാജ്യ ഭാഗമാണ്. എന്തുകൊണ്ട്? ഞാനൊരു 3-4 പോയിന്റ് പറയാം. എന്തുകൊണ്ട് അറിയാം, എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ കാര്യം, എ ബിൽ പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ് ബിക്കംസ് ആൻ ആക്ട് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് അസെന്റ് ഓഫ് ദി പ്രസിഡന്റ്. അല്ലേ? പാർലമെന്റിന്റെ 2 സഭകളും പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമായി മാറണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കണം. സോ ഹി ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് രാഷ്ട്രപതി അവിഭാജ്യ ഭാഗമല്ലേ. ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ പറയാം. പ്രസിഡന്റ് സമൺസ് ഓർ പ്രൊറോഗ് ദി മീറ്റിംഗ് ഓഫ് പാർലമെന്റ് ആൻഡ് ഡിസോൾവ് ലോക്സഭ. പാർലമെന്റ് സമ്മേളനങ്ങൾ സമൺസ് വിളിച്ചുകൂട്ടുന്നതും പ്രരോഗ് നിർത്തിവയ്ക്കുന്നതും ലോകസഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ അവിഭാജ്യ ഭാഗമല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് 3 ചോദ്യങ്ങൾ അവിടെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ രാഷ്ട്രപതി എന്ന ടോപ്പിക്ക് എത്തുമ്പോൾ നമ്മൾ വിശദമായി പഠിക്കാം. ഇവിടെ സാന്ദർഭികമായി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ജോലിയാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ഹൂ സമൺസ് പാർലമെന്റ് സെഷൻസ്, പാർലമെന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ആര്? രാഷ്ട്രപതി. ഹൂ പ്രരോഗ് പാർലമെന്റ് സെഷൻ, പാർലമെന്റ് സമ്മേളനങ്ങൾ നിർത്തിവെക്കുക, നീട്ടിവെക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആര്? രാഷ്ട്രപതി. ഹൂ ഡിസോൾവ്സ് ലോക്സഭ, ലോകസഭ പിരിച്ചുവിടുന്നത് ആര്? രാഷ്ട്രപതി. രാജ്യസഭ അല്ല കേട്ടോ. രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ്, ഇറ്റ് ഈസ് നോട്ട് ഡിസോൾവ്. അത് പിരിയുന്നില്ല, ആർക്കും പിരിച്ചുവിടാൻ കഴിയില്ല. അപ്പോൾ 2 പോയിന്റായി ഞാനിപ്പം പറഞ്ഞ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. ഒന്ന്, പാർലമെന്റിന്റെ 2 സഭകളും പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമാകുന്നത് രാഷ്ട്രപതി അംഗീകരിക്കുമ്പോഴാണ്, ഒപ്പുവയ്ക്കുമ്പോഴാണ്. 2, പാർലമെന്റിന്റെ 2 സഭകളുടെയും സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നതും സമ്മേളനം നിർത്തിവയ്ക്കുന്നതും ലോകസഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. കിട്ടിയില്ലേ പോയിന്റ്? അടുത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രസിഡന്റ് അഡ്രസ്സസ് ദി കമൻസ്മെന്റ് ഓഫ് പാർലമെന്റ് സെഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി
general election and he addresses the first meeting of every year. ആ പോയിന്റ് കൂടെ മനസ്സിലാക്കുക. ഞാൻ പറയട്ടെ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കൂടുന്ന ആദ്യ പാർലമെന്റ് സമ്മേളനത്തെയും ഒരു വർഷത്തെ ആദ്യ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത് ആര്? രാഷ്ട്രപതിയാണ്. അവിഭാജ്യ ഘടകമല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ. അപ്പം നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കൂടുന്ന ആദ്യ പാർലമെന്റ് സമ്മേളനത്തെയും, വർഷത്തിൽ 3 സമ്മേളനങ്ങളാണ് സാധാരണ നടക്കേണ്ടത്, 2 സമ്മേളനങ്ങളെങ്കിലും നടന്നിരിക്കണം. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. 2 പാർലമെൻറ്റ് സമ്മേളനങ്ങൾ തമ്മിലുള്ള കാലയളവ് എത്ര എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ കൂടാൻ പാടില്ല. 2 പാർലമെൻറ്റ് സമ്മേളനങ്ങൾ 6 മാസത്തിൽ കൂടാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം കൂടുന്ന പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നത് ആര്? രാഷ്ട്രപതി. ഇനി ഒരു വർഷത്തിലെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ആര്? രാഷ്ട്രപതി. ക്ലിയർ ആയി കഴിഞ്ഞില്ലേ? അപ്പോൾ അവിഭാജ്യ ഘടകമില്ലേ? ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കൂടുതൽ വിശദമായി പ്രസിഡന്റ് എടുക്കുമ്പോൾ, പ്രസിഡന്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരാം. പ്രസിഡന്റ് ടോപ്പിക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് അവിടെ നമ്മളിത് പഠിക്കാം ഇതൊക്കെ. അപ്പോൾ ഒരു പോയിന്റ് കൂടെ ഞാൻ ഇവിടെ പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കാം. ഇനി അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തറിയാമോ? പ്രസിഡന്റ് പ്രൊമുൾഗേറ്റ്സ് ഓർഡിനൻസ്. അതായത് പാർലമെന്റ് സമ്മേളിക്കാത്ത ഘട്ടത്തിൽ ഓർഡിനൻസിലൂടെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. പാർലമെന്റ് സമ്മേളിക്കുമ്പോഴല്ലേ നിയമനിർമ്മാണം നടത്താൻ പറ്റുള്ളൂ. ഇപ്പം പാർലമെന്റ് ഈസ് നോട്ട് ഇൻ സെഷൻ, പാർലമെന്റ് റെസസ് പീരീഡാണ്, സമ്മേളന കാലഘട്ടമല്ല. അപ്പോഴൊരു നിയമനിർമ്മാണം ആവശ്യമായി വന്നാൽ ഒറ്റ മാർഗമേ ഉള്ളൂ, രാഷ്ട്രപതി ഓർഡിനൻസിലൂടെ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 1, 2, 3 ഫാൻസി നമ്പറാണ്, 1, 2, 3, 123 വകുപ്പ് പ്രകാരം പ്രസിഡന്റ് പ്രൊമുൾഗേറ്റ് ഓർഡിനൻസ്. അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നോട്ട് കുറിച്ച് എടുക്കുമോ? പഠിക്കുമോ? ഓക്കെ. ദി പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് 3 ഇൻ്റഗ്രൽ പാർട്ട്: രാജ്യസഭ, ലോകസഭ, ദി പ്രസിഡന്റ്. ഇത് 3 നമുക്ക് വിശദീകരിക്കാം കേട്ടോ, വിശദമായി തന്നെ നമുക്ക് പഠിക്കാം. അടുത്ത നോക്കാം, നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. റോൾ ഓഫ് പ്രസിഡന്റ് അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഓൾദോ ദി പ്രസിഡന്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ്, ദേ ആർ an integral part. Although the president is not a member of house, he is an integral part of. He is an integral part because no bill passed by the house can become law without the president's assent. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, പ്രസിഡന്റിന്റെ അസന്റ് ഇല്ലാതെ നമുക്കൊന്നും നിയമമാകുന്നില്ല. ഇനി പാഠപുസ്തകത്തിലെ ലെജിസ്ലേച്ചറുമായി കൊടുത്തിരിക്കുക, നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം കേട്ടോ. പാഠപുസ്തകത്തിലെ വാക്കുകളും കൂടെ പഠിക്കണം, അതിൻ്റെ ഫാക്ട്സ് കൂടി. ഒന്നുമില്ല, ദി ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് പാർലമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നിയമനിർമ്മാണ ബോഡിയുടെ പേരാണ് പാർലമെൻറ്റ്. ദി പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് പാർലമെൻറ്റ് ഈസ് ടു മേക്ക് ലോ ഫോർ ദി കൺട്രി. പാർലമെൻറ്റിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ്? രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുക എന്നതാണ്. ലെജിസ്ലേഷൻ ഈസ് മെയ്ഡ് ടു ആൻറ്റിസിപ്പേറ്റ് ദി വേരിയസ് ആസ്പിറേഷൻ ഓഫ് പീപ്പിൾ to meet changes over time and to achieve new goals. എന്തിനാണ് പുതിയ നിയമനിർമ്മാണം നടത്തുന്നത്? ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടും ചേഞ്ചസിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടും പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനും വേണ്ടിയിട്ട് അനുസൃതമായ നിയമങ്ങൾ നിർമ്മിക്കുക പാർലമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. നമ്മൾ പറഞ്ഞല്ലോ, 2 മണ്ഡലങ്ങൾ ചേരുന്നതാണ് പാർലമെൻറ്റ്, രാജ്യസഭയും ലോകസഭയും. കൺസിസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്, നൈംലി ലോക്സഭ ആൻഡ് രാജ്യസഭ, ഇത് രണ്ടും ചേർന്നതാണ്. നോക്കൂ, കൺട്രീസ് ലാർജർ സൈസ് ഡൈവേഴ്സിറ്റി. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 സഭകൾ ദ്വിമണ്ഡല സമ്പ്രദായം നമ്മൾ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? ലാർജർ സൈസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ദി നാഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ആ വൈവിധ്യം, അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് 2 സഭകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ബൈക്യാമറലിസമാണ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ റെപ്രസെൻറ്റിംഗ് ഡൈവേഴ്സിറ്റി പീപ്പിൾ ആൻഡ് റീജിയൻ.
പല വൈവിധ്യമാർന്ന ജീവിത രീതികൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ, ഇവയെല്ലാം നമ്മുടെ പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കണമെങ്കിൽ 2 സഭകളുണ്ടായിരിക്കണം, വിശാലമായ സഭകളുണ്ടായിരിക്കണം. ഇൻ അഡീഷൻ ബൈകാമറൽ ലെജിസ്ലേച്ചേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എനേബിളിംഗ് ഡെമോക്രാറ്റിക് ഡിസ്കഷൻ. കണ്ടോ, മാത്രമല്ല നമ്മുടെ പാർലമെൻറ്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് ഡിസ്കഷൻ. അതാണ് പാർലമെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, പ്രീവിയസ് ചോദ്യം, ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കൂടെ ഞാൻ പറയട്ടെ. ദി വേർഡ് പാർലമെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ് പാർലർ. നിങ്ങൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പാർലർ. പാർലർ എന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്തെന്നറിയാമോ? പാർലർ എന്നത്, അല്ലെ പാർലമെൻറ്റ് എന്ന പദം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടതാണ്. പാർലമെൻറ്റ് എന്ന പദം പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. തെറ്റാണ് പ്രസ്താവന. ഇംഗ്ലീഷ് പദമല്ല, ഫ്രഞ്ച് പദം. അപ്പോൾ ദി വേർഡ് പാർലമെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഫ്രഞ്ച് വേർഡ് പാർലർ വിച്ച് മീൻസ് ടു ഡിസ്കസ്, ചർച്ച ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞത്. പാർലമെൻറ്റിൽ എന്ത് നടക്കുന്നു? ഡെമോക്രാറ്റിക് ഡിസ്കഷൻ നടക്കുന്നു, ആൻഡ് ഡിബേറ്റ്സ്, ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നു. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആർ റെസ്പോൺസിബിൾ ടു മേക്ക് ലോ ഇൻ ദി സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളിലാണെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ നിയമനിർമ്മാണം നടക്കുന്നു. ഈ പറഞ്ഞതുപോലെയുള്ള ഡിസ്കഷൻസ് നടക്കുന്നു. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇത്രയും ക്ലിയർ ആയോ? ഇതും കൂടെ ഒന്ന് ഓർമ്മിച്ചോ. നിങ്ങൾ പാഠപുസ്തകങ്ങളും കൂടെ ഒന്ന് നോക്കിപ്പോണം കേട്ടോ. ഇവിടെ നോക്കൂ, ഒരു ചാർട്ടിലൂടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഫെമിലറൈസ് വിത്ത് ഫങ്ഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ. നോക്കൂ, മെയിൻ ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ലോ മേക്കിംഗ്. ഇപ്പം പറഞ്ഞു, നിയമനിർമ്മാണം. ടു കൺട്രോൾ ദി എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഭരണനിർവഹണ വിഭാഗം. ഭരണനിർവഹണ വിഭാഗത്തെ കണിയാണ്ടിടുന്നത് ആരാണ്? പാർലമെൻറ്റാണ്. കാരണം ദി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്വമുണ്ട്, ലോകസഭയോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. അപ്പോൾ മന്ത്രിമാരുടെ പോക്കത്ര ശരിയല്ല എങ്കിൽ, എക്സിക്യൂട്ടീവിൻ്റെ പോക്കത്ര ശരിയല്ല എങ്കിൽ എവിടെ മറുപടി പറയേണ്ടി വരും? അവർക്ക് പാർലമെൻറ്റിൽ മറുപടി പറയേണ്ടി വരും. അപ്പോൾ ആ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുകയും പാർലമെൻറ്റിൻ്റെ പ്രധാന ഫംഗ്ഷനാണ്. ആക്ട് ആസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി പബ്ലിക് ട്രഷറി. പബ്ലിക് ട്രഷറി എന്ന് പറഞ്ഞാൽ ഖജനാവ്. പൊതു ഖജനാവിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട്, കാവൽക്കാരനെ പോലെ. പൊതു ഖജനാവിൻ്റെ കാവൽക്കാരനായ ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചാൽ അത് CAG ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് ട്രഷറി എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അത് ആ ഉദ്യോഗസ്ഥനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും CAG ആണ്. പക്ഷേ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിലല്ലേ CAGയുടെയൊക്കെ റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആത്യന്തികമായ കസ്റ്റോഡിയൻ, ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് പബ്ലിക് ട്രഷറി, നമ്മുടെ പൊതു ഖജനാവിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കും. ആക്ട് ആസ് എ ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇംപീച്ച്മെൻറ്റ്. കണ്ട, ഇനി കോടതിയുടെ റോളുണ്ട്. ചില വ്യക്തികളെ, ഇമ്പോർട്ടൻ്റ് വ്യക്തികളെയൊക്കെ എടുത്ത് ദൂരെ കളയാൻ പാർലമെൻറ്റിന് കഴിയും. നോക്കൂ, ഭരണഘടനാ തലവനായ രാഷ്ട്രപതി ഭരണഘടന ലംഘിച്ച് നോക്കട്ടെ. ഓൺ ദി ഗ്രൗണ്ട് ഓഫ് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ദി പ്രസിഡന്റ് ക്യാൻ ബി ഇംപീച്ച്ഡ്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് ദൂരെ കളയും. ആര്? പാർലമെൻറ്റ്. ഇനി ഭരണഘടനയുടെ സംരക്ഷകനായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസോ ജഡ്ജിമാരോ ഭരണഘടന വയലേറ്റ് ചെയ്ത് നോക്കട്ടെ, അവരെ എടുത്ത് ദൂരെ കളയും ഇംപീച്ച്മെൻറ്റിലൂടെ. കണ്ട, അപ്പം കോടതിയുടെ റോളും വഹിക്കുന്നു. നല്ല പോയിന്റുകളാണ്. ഇങ്ങനെ ഓരോന്ന് നിങ്ങളുടെ ചാർട്ട് മനസ്സിലിട്ട് പഠിച്ചാൽ എളുപ്പമുണ്ട്. പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നോക്കൂ, പാർട്ടിസിപ്പേറ്റ്. നോക്കൂ, പാർലമെൻറ്റ് അംഗങ്ങളല്ലേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? പാർലമെൻറ്റിലെ അംഗങ്ങൾ തന്നെയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. കൺസിഡർ ആൻഡ് ഗീവ് അസെൻറ്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഭരണഘടനാ ഭേദഗതികൾ നടക്കുന്നത് എവിടെയാണ്? പാർലമെൻറ്റ്. ഭരണഘടനാ ഭേദഗതികൾ പരിഗണിക്കുന്നതും ഭരണഘടനാ ഭേദഗതികൾക്ക് അംഗീകാരം കൊടുക്കുന്നതും പാർലമെൻറ്റാണ്. പിന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം, എങ്കിലും പാർലമെൻറ്റിലാണ് അത് ആത്യന്തികമായി പാസ്സാക്കപ്പെടുന്നത്. പിന്നെ അതിനൊരു ഒഫീഷ്യൽ അംഗീകാരം കിട്ടുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഭരണഘടനാ ഭേദഗതികൾ എവിടെയാണ് അവതരിപ്പിക്കപ്പെട്ട് പാസ്സാക്കുന്നതെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിലാണ്. ഇത്രയും പാർലമെൻറ്റിൻ്റെ
ഫങ്ഷൻസ് ആയിട്ട് പഠിക്കണം. സിമ്പിളാണ്. ഇതൊക്കെ ഒരു ചാർട്ട് തന്നെ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഒരു ഗുണമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ പതിയും. ഇത് ഒരുപാട് നമ്മൾ വലിച്ചുവാരി പിടിച്ച് എഴുതുന്നതിനേക്കാളും ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്ലിയർ അല്ലേ? അടുത്തത് ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ്. ഇനി കുറച്ച് കറണ്ട് അഫേഴ്സ് കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ്, പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ പുതിയ കുറച്ച് കാര്യങ്ങൾ. പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് വന്നത് നിങ്ങൾക്കറിയാം. നോക്കൂ, പ്രോജക്റ്റ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ് വാസ് കൺസ്ട്രക്റ്റഡ് ആസ് ദി പാർട്ട് ഓഫ് വിച്ച് പ്രോഗ്രാം? ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്? സെൻട്രൽ വിസ്ത റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് സെൻട്രൽ വിസ്ത. ഇത് മറക്കരുത്, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ വിസ്ത റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇനാഗുറേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എന്നാണ്, ആരാണ് പാർലമെൻറ്റ് മന്ദിരം ഇനാഗുറേറ്റ് ചെയ്ത്? പുതിയ പാർലമെൻറ്റ് മന്ദിരം ഈ അടുത്ത കാലത്താണ്. ഓൺ മെയ് 28, 2023, 2023 മെയ് 28. ഈ ഡേറ്റ് മറക്കുകയേ ചെയ്തത്. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതെന്ന് 2023 മെയ് 28 ആര്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 മെയ് 28 പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പഴയ പാർലമെൻറ്റ് മന്ദിരമൊക്കെ 1927 ഇർവിൻ പ്രഭുവാണ് ഉദ്ഘാടനം ചെയ്തത്. അതൊന്നും ഇനി ചോദിക്കില്ല, ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇവിടെ നോക്കൂ, പ്രധാനമന്ത്രിയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. അത് ആദ്യ സമ്മേളനം നടന്നതെന്നാണ്. വെരി ഇമ്പോർട്ടൻ്റ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത്. നോക്കൂ, യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ ബിസിനസ് ഓൺ സെപ്റ്റംബർ 19, 2023. 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ മീറ്റിംഗ് നടന്നത് 2023 സെപ്റ്റംബർ 19. പഴയ പാർലമെൻറ്റ് മന്ദിരം, സൻസദ് ഭവൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പേരിപ്പം മാറി, അതിലേക്ക് വരാം. ആ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവസാന സമ്മേളനം നടന്നത് ഇതിൻ്റെ തലേ ദിവസമാണ്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. വേണമെങ്കിൽ ചോദിക്കാം, പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 18. അതിൻ്റെ പിറ്റേ ദിവസമാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടക്കുന്നത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനത്തിലൂടെ പാസ്സാക്കപ്പെട്ട ഒരു ബില്ലുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കും, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദി വിമൺസ് റിസർവേഷൻ ബില്ല്, നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിമൺ റിസർവേഷൻ ബില്ല് 2023, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് നാരി ശക്തി വന്ദൻ അധിനിയം. ദാറ്റ് ബിൽ വാസ് introduced on the same day. ഏത് സെയിം ഡേ? സെപ്റ്റംബർ 19, 2023. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലേത്? വനിതാ സംവരണ ബില്ല്, നാരി ശക്തി വന്ദൻ അധിനിയം. 106 ഭരണഘടനാ ഭേദഗതി അതിലൂടെ വന്നതാണ് ഈ നാരി ശക്തി വന്ദൻ അധിനിയം. അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വിശദമായി പഠിക്കാം. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? മനസ്സിലാക്കി പോകുക. ഇനി അതിൻ്റെ ഫിസിക്കൽ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് വരാം. അതിൻ്റെ ഷേപ്പ് ഓഫ് ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ്. പുതിയ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് എന്താണ്? പുതിയ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആകൃതി എന്താണ്? ട്രയാങ്കുലർ ഷേപ്പ്. പഴയതാണെങ്കിലോ, പഴയ പാർലമെൻറ്റ് മന്ദിരമാണെങ്കിലോ ട്രയാങ്കുലർ ആണോ? അല്ല, എലിപ്റ്റിക്കൽ ഷേപ്പായിരുന്നു, ദീർഘവൃത്താകൃതി. അത് ഏത് കറൻസിയിലാണ് അതിൻ്റെ പടമുള്ളത്? പഴയ 50 രൂപ നോട്ടിൽ. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചിത്രമാലേഖനം ചെയ്തിരിക്കുന്ന കറൻസി ഏത് എന്ന് ചോദിച്ചാൽ പഴയ 50 രൂപ നോട്ട്. വലിയ ശരിക്കും വീതിയും നീളവും ഒക്കെയുള്ള, നീളവും വീതിയൊക്കെ ഉള്ള ഇപ്പോഴത്തെ ചെറിയ 50 രൂപ നോട്ടല്ല, പഴയ നിങ്ങളുടെ കയ്യിൽ കാണും അല്ലേ?
നിങ്ങളുടെ കയ്യിൽ കാണാൻ സാധ്യതയില്ല. നിങ്ങളുടെ കയ്യിൽ 500 രൂപ കുറഞ്ഞ് നോട്ടൊന്നും കാണില്ലല്ലോ അല്ലേ? എന്നാലും പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക. 50 രൂപയുടെ പഴയ നോട്ട്, അതിൽ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഒരു പിക്ചർ കാണും. അത് എലിപ്റ്റിക്കൽ ഷേപ്പാണ്, ദീർഘവൃത്താകൃതിയാണ്. എന്നാൽ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഷേപ്പ് എന്താണ്? ട്രയാങ്കുലർ ഷേപ്പ്. അത് പഠിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ ഒരു ചോദ്യം കൂടെ, എന്തുകൊണ്ടാണ് ഈ ട്രയാങ്കുലർ ഷേപ്പ് ഉൾപ്പെടുത്തിയെന്ന് അറിയാമോ? അതായത് ദി ട്രയാങ്കുലർ ഷേപ്പ് ഓഫ് ഇന്ത്യാസ് ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ് എൻഷുവേഴ്സ്, അത് എന്ത് ഉറപ്പുവരുത്തുന്നു? ഒപ്റ്റിമൽ സ്പേസ് യൂട്ടിലൈസേഷൻ ഫോർ ലോക്സഭ, രാജ്യസഭ ആൻഡ് സെൻട്രൽ ലോഞ്ച്. പാർലമെൻറ്റ് മന്ദിരത്തിലെ ലോകസഭ, രാജ്യസഭ ചേംബറുകളും അതിന് സെൻട്രൽ ലോഞ്ച്, കേന്ദ്ര ഇടനാഴിയും ഒക്കെ പരമാവധി സ്ഥലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയാങ്കുലർ ഷേപ്പിൽ. നോക്കൂ, ട്രയാങ്കുലർ ഷേപ്പിൽ എടുത്തപ്പോൾ സ്പേസ് യൂട്ടിലൈസേഷൻ കൂടുതൽ നടന്നു. ഒപ്റ്റിമൽ സ്പേസ്, അതായത് മാക്സിമം, വളരെ എഫക്റ്റീവായിട്ടുള്ള യൂട്ടിലൈസേഷൻ, ഒപ്റ്റിമൽ സ്പേസ് യൂട്ടിലൈസേഷൻ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. എന്തുകൊണ്ടാണ് ട്രയാങ്കുലർ ഷേപ്പ് ഓഫ് പാർലമെൻറ്റ് എൻഷോഴ്സ് വാട്ട്? എന്തുറപ്പ് വരുത്തുന്നു? ഒപ്റ്റിമൽ സ്പേസ് യൂട്ടിലൈസേഷൻ ഫോർ ലോക്സഭ, രാജ്യസഭ ആൻഡ് സെൻട്രൽ ലോഞ്ച്. ക്ലിയർ അല്ലേ? വ്യക്തമായി പഠിച്ചു പോകണം. ഇനി നോക്കാം, ആർക്കിടെക്റ്റ് ഓഫ് ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ്. പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തതാര്? ബിമൽ പട്ടേൽ. ബിമൽ പട്ടേൽ. പഴയ സൻസദ് ഭവൻ എന്നറിയപ്പെടുന്ന പഴയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എഡ്വിൻ ലുട്ടിൻസ് ആൻഡ് ഹെർബർട്ട് ബേക്കർ, ഇംഗ്ലീഷുകാരാണ്. എഡ്വിൻ ലുട്ടിൻസ് ആൻഡ് ഹെർബർട്ട് ബേക്കർ ആയിരുന്നു പഴയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തതെങ്കിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേലാണ്. ആർക്കിടെക്റ്റ്, ചീഫ് ആർക്കിടെക്റ്റ് ബിമൽ പട്ടേലാണ്. എന്നാൽ ഈ പാർലമെൻറ്റ് മന്ദിരം പണി കഴിപ്പിച്ച നിർമ്മാണ കമ്പനിയുടെ, കൺസ്ട്രക്ഷൻ കമ്പനി ഓഫ് ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ് ബിൽഡർ ആരായിരുന്നു? ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ്. ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഏരിയയും കൂടെ പഠിക്കണം. ഏരിയ 64,500 സ്ക്വയർ മീറ്റർ, 64,500 ചതുരശ്ര മീറ്ററാണ്. ഏരിയ ഓഫ് ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ എന്താണ് സ്പേസ്, അതിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ 64,500 സ്ക്വയർ മീറ്റേഴ്സാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടെ പഠിക്കണം. ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് 3 എൻട്രൻസ് ആണുള്ളത്, 3 പ്രവേശന കവാടങ്ങൾ. അതിൻ്റെ പേരൊന്ന് ശ്രദ്ധിക്കുക, ഗ്യാൻ ദ്വാർ അല്ലെങ്കിൽ ജ്ഞാൻദ്വാർ, ജ്ഞാനദ്വാർ. മലയാളത്തിൽ പറയുമ്പോൾ ജ്ഞാനദ്വാർ, നോളജ് ഗേറ്റ് എന്ന് പറയും. നോളജ്, ജ്ഞാനദ്വാർ, നോളജ് ഗേറ്റ്. ശക്തിദ്വാർ, പവർ ഗേറ്റ്. കർമ്മദ്വാർ, കർമ്മ ഗേറ്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതാണ് 3. അപ്പം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് 3 പ്രവേശന കവാടങ്ങളുണ്ട്. ഗ്യാൻദ്വാർ അല്ലെങ്കിൽ ജ്ഞാനദ്വാർ, എങ്ങനെയായാലും കുഴപ്പമില്ല. മലയാളത്തിൽ പറയുമ്പോൾ ജ്ഞാനദ്വാർ എന്നാണ് പറയുന്നത്. നോളജ്, ജ്ഞാനം, അറിവ് ഗേറ്റ്, നോളജ് ഗേറ്റ് എന്നാണ് പറയുന്നത്. ശക്തിദ്വാർ, പവർ ഗേറ്റ് എന്ന് പറയും. കർമ്മദ്വാർ, കർമ്മ ഗേറ്റ്. ഇങ്ങനെ 3 പ്രവേശന കവാടങ്ങളുണ്ട്. പക്ഷേ ഈ 3 പ്രവേശന കവാടങ്ങളുടെ കാവൽ പ്രതിമകളായിട്ട് 6 കാവൽ പ്രതിമകളുണ്ട്. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കൂ, ഗാർഡിയൻ സ്റ്റാച്യു ഓഫ് 3 എൻട്രൻസ്, 3 എൻട്രൻസിന് ഉള്ള ഗാർഡിയൻ സ്റ്റാച്യു, കാവൽ പ്രതിമകൾ എന്ന് പറയുന്നത് ഗജ, അശ്വ, ഗരുഡ, മഗർ, ശാർദൂല ആൻഡ് ഹംസ. കൃത്യമായി പറഞ്ഞാൽ ഗജദ്വാർ, അശ്വദ്വാർ, ഗരുഡദ്വാർ, മഗർദ്വാർ, ശാർദൂലദ്വാർ ആൻഡ് ഹംസദ്വാർ. ക്ലിയർ ആയോ? ഇത് കാവൽ പ്രതിമകളാണ്. ഓരോ ഗജം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആന. ഗജദ്വാർ, ആനയുടെ രൂപത്തിലുള്ള ഒരു കവാടം. അപ്പോൾ ഓരോ മെയിൻ ഗേറ്റുകൾക്ക് 2 കാവൽ പ്രതിമകൾ കാണും. ഗജദ്വാർ, അശ്വദ്വാർ കുതിര, നിങ്ങൾക്കറിയാം കുതിര. ഗരുഡദ്വാർ പരുന്ത് പ്രമേയമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ രൂപം വെച്ചുകൊണ്ടുള്ള ഒരു കാവൽ പ്രതിമ. അടുത്തത് മഗർദ്വാർ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ഫിഷാണ്, ഒരു തരം മത്സ്യമാണ് മഗർ എന്ന് പറയുന്നത്.
നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ശാർദൂലം, ഈ കരടി പുലി ആ വിഭാഗത്തിൽപ്പെട്ട അത് തന്നെയാണ് ശാർദൂലം ദ്വാർ. ഹംസം നിങ്ങൾക്കറിയാം അരയന്നം. അങ്ങനെ ഇതെല്ലാം പ്രതിമകളാക്കിക്കൊണ്ട് ഒരു 6 പ്രതിമകൾ 3 പ്രവേശന കവാടങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊന്ന് പഠിച്ചു വയ്ക്കണേ. അപ്പോൾ ദി ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ് ഹാസ് 3 എൻട്രൻസസ്: ജ്ഞാൻ ദ്വാർ, ശക്തിദ്വാർ ആൻഡ് കർമ്മദ്വാർ, ആൻഡ് 6 guardian. For these 3 entrances there are 6 guardian statues: ഗജദ്വാർ, അശ്വദ്വാർ, ഗരുഡദ്വാർ, മകർദ്വാർ, ശാർദൂലദ്വാർ ആൻഡ് ഹംസദ്വാർ. മറക്കരുതേ. അടുത്ത അതിൻ്റെ ഇൻറ്റീരിയർ തീമിനെ കുറിച്ച് പറയാം. നോക്കൂ, ഈ ലോകസഭയും രാജ്യസഭയും അതിൻ്റെ ഒരു സെൻട്രൽ ലോഞ്ചും നമ്മൾ പറഞ്ഞാണ്. ലോകസഭയും രാജ്യസഭയും അതിൻ്റെ കേന്ദ്ര ഇടനാഴിയും നിർമ്മിച്ചിരിക്കുന്നത് 3 കാര്യങ്ങൾ പ്രമേയമാക്കിക്കൊണ്ടാണ്. ലോക്സഭ ഇന്ത്യയുടെ നാഷണൽ ബേർഡായ പീകോക്ക്, മയിലിനെ പ്രമേയമാക്കിക്കൊണ്ട്. അടുത്തത് നാഷണൽ ഫ്ലവറിന്, രാജ്യസഭ നാഷണൽ ഫ്ലവറായ ദേശീയ പുഷ്പമായ ലോട്ടസ്. ദെൻ സെൻട്രൽ ലോഞ്ച് നാഷണൽ ട്രീ ആയ ബനിയൻ ട്രീ, ആൽമരം. അപ്പോൾ നോക്കൂ, മയിലിനെ പ്രമേയമാക്കിക്കൊണ്ട് ലോക്സഭയും, പഠിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ലോട്ടസ് അഥവാ താമര പ്രമേയമാക്കിക്കൊണ്ട് രാജ്യസഭയും, അതുപോലെ തന്നെ ആൽമരം പ്രമേയമാക്കിക്കൊണ്ട് കേന്ദ്ര ഇടനാഴിയും നിർമ്മിച്ചിരിക്കുന്നു. ഇത് 3ഉം ദേശീയ തലത്തിലുള്ള 3 കാര്യങ്ങളാണ്. ദേശീയ പക്ഷി, ദേശീയ പുഷ്പം, ദേശീയ വൃക്ഷം. ഇതിനെയൊക്കെ പ്രമേയമാക്കിക്കൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ പാർലമെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ കപ്പാസിറ്റി, സീറ്റ് കപ്പാസിറ്റി നോക്കാം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഓർക്കാൻ വളരെ എളുപ്പമാണ്. ലോക്സഭ ഹാസ് 888 സീറ്റ്സ്. 888 സീറ്റ് ലോകസഭയിലേക്കും രാജ്യസഭയിലേക്ക് എത്ര സീറ്റുണ്ട്? രാജ്യസഭയിലേക്ക് എത്ര? 384 സീറ്റുകളും. ലോകസഭയിലെ ആകെ അംഗസംഖ്യ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 543 പേരേ ഉള്ളൂ. പക്ഷേ സീറ്റുകൾ ഇപ്പോൾ എത്ര നിർമ്മിച്ചിരിക്കുന്നു? 888. രാജ്യസഭയിലുള്ള ആകെ നിലവിലെ അംഗസംഖ്യ നിങ്ങൾക്കറിയാം 245 ഉള്ളൂ. പക്ഷേ എത്ര സീറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നു? 384. എന്തേ ഇങ്ങനെ നിർമ്മിക്കാൻ കാരണം? ഒരാൾക്ക് 2-3 സീറ്റ് വേണോ? വേണ്ടല്ലോ. പക്ഷെ അങ്ങനെ നിർമ്മിക്കാൻ കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭാവിയിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ജനപ്രതിനിധികളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. അത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി സീറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഒന്ന് ഓർത്ത് വെച്ചോളുക. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അടുത്ത് നോക്കൂ, വെരി ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തെ, ഈ പാർലമെൻറ്റ് ഉദ്ഘാടനം ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിര ഉദ്ഘാടനം. അപ്പോൾ പ്രധാനമന്ത്രി ഒരു ചെങ്കോലും പിടിച്ചുകൊണ്ട് നടന്നതൊക്കെ നിങ്ങളുടെ ഓർമ്മ വരുന്നുണ്ടോ? കണ്ടവർക്കറിയാം. ആ സെങ്കോൽ ഇതായി പറയും, ഇത് സെങ്കോൽ, ഇത് സിംബൽ ഓഫ് പവർ, അധികാരത്തിൻ്റെ സിംബലായ ചെങ്കോല് നമ്മുടെ പാർലമെൻറ്റിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ദി സെങ്കോൽ, ദി സിംബൽ ഓഫ് പവർ വാസ് ഇൻസ്റ്റാൾഡ് ഇന്ത്യാസ് ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ് നിയർ ലോക്സഭ സ്പീക്കേഴ്സ് ചെയർ. ലോകസഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപമായിട്ടാണ് അധികാരത്തിൻ്റെ ചിഹ്നമായ ചെങ്കോല് സ്ഥാപിച്ചിരിക്കുന്നത്. ചെങ്കോൽ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നും കൂടെ നിങ്ങൾ ഓർക്കണം. ദി സെങ്കോൽ ഇൻസ്റ്റാൾഡ് ഇൻ ലോക്സഭ ചേംബർ സിംബലൈസസ്, സ്പെല്ലിംഗ് തെറ്റാണ്, സിംബലൈസസ് ഡെമോക്രാറ്റിക് ട്രാൻസിഷനാണ്. ഒരു ജനാധിപത്യത്തിൻ്റെ കൈമാറ്റം, ജനാധിപത്യം കൈമാറുന്നതാണ് ഇതിലൂടെ സിംബലൈസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അത് ഓർത്ത് ചെങ്കോല്, ചെങ്കോല്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നോക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ. ഇനി ഇതിൻ്റെ സ്മരണയ്ക്കായിട്ട്, ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു കോയിൻ പ്രധാനമന്ത്രി അന്ന് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. എത്ര രൂപയുടെ കോയിനാണ്? ₹75. ₹75 കോയിൻ വാസ് റിലീസ്ഡ് ടു മാർക്ക് ദി ന്യൂ ബിൽഡിംഗ്. പുതിയ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ആ സ്മരണയ്ക്കായിട്ട്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ 75 സ്വാതന്ത്ര്യത്തിൻ്റെ 75 ആണ്ടുകളുടെ ഓർമ്മയ്ക്കായിട്ട് 75 രൂപയുടെ ഒരു കോയിനാണ് ഈ പുതിയ പാർലമെൻറ്റ് മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയത്. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം എത്ര രൂപയുടെ കോയിനാണ് എന്ന്. ഇനി നോക്കൂ,
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഓൾഡ് പാർലമെൻറ്റ് മന്ദിരം, സൻസദ് ഭവൻ എന്നറിയപ്പെട്ടിരുന്ന ഓൾഡ് പാർലമെൻറ്റ് മന്ദിരത്തിന് ഇപ്പോൾ ഒരു പുതിയ പേരുണ്ട്. ദി ഓൾഡ് പാർലമെൻറ്റ് ബിൽഡിംഗ് ഈസ് നൗ നൈംഡ് സംവിധാൻ സദൻ. അപ്പോൾ ന്യൂ നെയിം ഓഫ് ഓൾഡ് പാർലമെൻറ്റ് ബിൽഡിംഗ്, പഴയ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ പുതിയ പേരെന്തെന്ന് ചോദിച്ചാൽ സംവിധാൻ സദൻ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് സംവിധാൻ സദൻ. അപ്പോൾ നമ്മൾ ആദ്യഘട്ടം എന്ന് പറയുന്നത് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ജനറലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാർലമെൻറ്റിൻ്റെ ഫസ്റ്റ് ഘടകം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഘടകം രാജ്യസഭയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, രാജ്യസഭ നോക്കൂ. രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. രാജ്യസഭ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, രാജ്യസഭ മറക്കരുത്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഇനി രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 80 ആണ്. ആർട്ടിക്കിൾ ഏതാണ്? രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആർട്ടിക്കിൾ 80. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ ആർട്ടിക്കിളുകൾ നിങ്ങൾ ഇപ്പം ഇത്രയൊന്ന് ശ്രദ്ധിച്ചോളൂ. പാർലമെൻറ്റ്, ഞാനിവിടെ മലയാളത്തിൽ എഴുതാം, പാർലമെൻറ്റ്, പ എന്നൊരു വാക്ക് മാത്രം, ആർട്ടിക്കിൾ 79. രാജ്യസഭ ആർട്ടിക്കിൾ 80. ലോകസഭ ആർട്ടിക്കിൾ 81. 79, 80, 81 വായിച്ചു നോക്കൂ. പരലോകം എന്ന് കിട്ടും. മനസ്സിലങ്ങനെ ഇട്ടരെ, പരലോകം. പാർലമെൻറ്റ് എത്ര? ആർട്ടിക്കിൾ 79. രാജ്യസഭ ആർട്ടിക്കിൾ 80. ലോകസഭ എത്ര? 81. ഇങ്ങനെ എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് ഇങ്ങനെ പറഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ 80, 81 തിരിഞ്ഞു പോകില്ല. മറ്റത് 79, 80, 81 പാർലമെൻറ്റ്, രാജ്യസഭ, ലോകസഭ എന്ന് പഠിച്ചു വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു സംശയം വരും. 80 രാജ്യസഭയാണോ ലോകസഭയാണോ, അതോ 81 രാജ്യസഭ, 80 ഇങ്ങനൊരു സംശയം വരും. അതുകൊണ്ടാണ് ഞാൻ പരലോകം എന്ന് പറഞ്ഞാൽ മതി, കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. പാർലമെൻറ്റ് 79, രാജ്യസഭ 80, ലോകസഭ 81. ഇനി മറക്കൂലല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 80 ആണ് രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർലമെൻറ്റോ 79, ലോകസഭയോ 81. ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം, പാർലമെൻറ്റിന് 3 പേര്, രാജ്യസഭയെ നമ്മൾ 3 പേരിൽ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പർ ഹൗസ്, ഉപരിമണ്ഡലം. പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമാണ് രാജ്യസഭ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേര്. മുമ്പൊക്കെ പാർലമെൻറ്റ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം, രാജ്യസഭ നിലവിൽ വന്നതിന് ശേഷം അതിനെ വിളിക്കപ്പെട്ടിരുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ്. ഇനിയും നിങ്ങളുടെ ചോദ്യ പേപ്പറിലൊക്കെ രാജ്യസഭയ്ക്ക് പകരം ചിലപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നായിരിക്കും കിടക്കുന്നത്. എവിടെയെങ്കിലും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് കിടന്നാൽ നിങ്ങൾ ഉടനെ പറഞ്ഞുകൊള്ളുക അത് രാജ്യസഭയാണ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഇനി ഒരു പേരൂടെയുണ്ട്, ഹൗസ് ഓഫ് എൽഡേഴ്സ്, മുതിർന്നവരുടെ സഭ. അപ്പോൾ 3 പേരുകൾ എന്തൊക്കെയാണ്? അപ്പർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലം. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ. ഹൗസ് ഓഫ് എൽഡേഴ്സ്, മുതിർന്നവരുടെ സഭ. ഈ 3 പേരും മറക്കരുത്. പക്ഷേ പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസായ ഉപരിമണ്ഡലമായ രാജ്യസഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതറിയപ്പെട്ടിരുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. പിന്നെ എപ്പോഴാണ് രാജ്യസഭ എന്ന പേര് വന്നത് എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് എന്നാണ് രാജ്യസഭ രൂപീകരിക്കപ്പെട്ടതെന്ന് ഓർക്കുക. ഇറ്റ് വാസ് ഫോംഡ് ഓൺ April 3, 1952. 1952 ഏപ്രിൽ 3 രാജ്യസഭ നിലവിൽ വന്നത്. നിലവിൽ വന്നതാണ് ഈ ഡേറ്റ്, ഫോംഡ്. എന്നാൽ ഫസ്റ്റ് മീറ്റിംഗ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓൺ May 13, 1952. 1952 ഏപ്രിൽ 3 നിലവിൽ വന്ന രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് മാസം 13 ക്ലിയർ അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലോകസഭ പഠിക്കുമ്പോൾ അവിടെയും പറയേണ്ടത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നെന്ന് ചോദിച്ചാൽ ഇതേ ഡേറ്റ് തന്നെ അവിടെയും പറഞ്ഞാൽ മതി. പക്ഷെ നിലവിൽ വന്ന ദിവസം വ്യത്യാസം വരും.
അതവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ വാസ് ഹെൽഡ് ഇൻ ദി സെയിം ഡേ. ഏതാണ്? മെയ് 13, 1952. 1952 ഏപ്രിൽ 3 നിലവിൽ വന്ന രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13. മറക്കൂലല്ലോ. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് നിലവിൽ വന്നപ്പോൾ 52 നിലവിൽ വന്നപ്പോൾ ഇതിനെ വിളിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് വാസ് റിനൈംഡ് ആസ് രാജ്യസഭ. രാജ്യസഭ എന്ന ഹിന്ദി പേര്, അത് ഹിന്ദി പേരാണ് കേട്ടോ. അപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഓൺ ഓഗസ്റ്റ് 23, 1954. 1954 ഓഗസ്റ്റ് 23 കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭയായി മാറിയത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് രാജ്യസഭയായി മാറിയതെന്ന് 1954 ഓഗസ്റ്റ് 23. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്തായി മാറിയത്? രാജ്യസഭയായി മാറിയത്. മറക്കരുത്. ഇനി രാജ്യസഭയുടെ ടെന്യൂർ പരീക്ഷയ്ക്ക് ചോദിക്കും. ടേം ഓഫ് ഓഫീസ് ഓഫ് രാജ്യസഭ അല്ലെങ്കിൽ ടെന്യൂർ ഓഫ് രാജ്യസഭ. നോ ടെന്യൂർ എന്ന് പറഞ്ഞാൽ രാജ്യസഭ ഈസ് എ പെർമനന്റ് ബോഡി with no fixed term. Rajya has no fixed term. It is permanent house. That means it is not dissolved. പിരിയുന്നില്ല. ലോകസഭയാണ് ഓരോ 5 വർഷം കഴിയുമ്പം പിരിയുന്നത്. ഇനി അതിനു മുമ്പ് വേണമെങ്കിൽ രാജ്യസഭയ്ക്ക് രാഷ്ട്രപതിക്ക് ഡിസോൾവ് ചെയ്യാം. നമ്മുടെ ലോകസഭ കാലാവധിക്ക് മുമ്പ് വേണമെങ്കിലും രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാം. കാരണങ്ങൾ ഉണ്ടാവണം, അല്ല ചുമ്മാ അല്ല, എങ്കിലും പിരിച്ചുവിടാം. അതിന് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. രാജ്യസഭയോ പറ്റില്ല. രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ്. ഇറ്റ് ഹാസ് നോ ഫിക്സഡ് ടേം, സോ ഇറ്റ് ഈസ് നോട്ട് ഡിസോൾവ്ഡ്. ക്ലിയർ അല്ലേ? പക്ഷേ ഇൻഡിവിജ്വൽ മെമ്പർ സെർവ്സ് എ ടേം ഓഫ് 6 years. ടേം ഓഫ് ഓഫീസ് ഓഫ് മെമ്പർ ഓഫ് രാജ്യസഭ ദാറ്റ് ഈസ് 6 years. 6 വർഷമാണ് ഒരു രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി. ലോകസഭയുടെ കാലാവധിയും ലോകസഭാ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, പക്ഷേ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം വരും, വെരി ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണ് പിന്നെ രാജ്യസഭയിലെ അംഗങ്ങൾ പിരിയുന്നത്? രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ലെങ്കിൽ ഒരു അംഗമായി വന്ന അയാൾക്ക് ജീവിതകാലം മുഴുവനും അതിൻ്റെ അംഗമായി തുടരാൻ പറ്റുമോ? പറ്റില്ല. ഇത് പഠിക്കണം. 1/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് റിട്ടയർ എവറി 2 years. രാജ്യസഭയിലെ ഓരോ അംഗവും പിരിയുന്നത് എപ്പോഴാണെന്നറിയാമോ? അതായത് രാജ്യസഭയിലെ അംഗങ്ങൾ വിരമിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഓരോ 2 വർഷം കൂടുമ്പോഴും അംഗങ്ങളുടെ 1/3 പേര് വിരമിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് 1/3 പേര് വിരമിക്കുമ്പോൾ പുതിയ 1/3 പേര് പുതുതായിട്ട് വന്നു ചേരും, സഭ അംഗമായി മാറും. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റൻസ് തന്നെ 2 ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എങ്ങനെ നോക്കൂ, രാജ്യസഭയിലെ എത്ര അംഗങ്ങളാണ് ഓരോ 2 വർഷം കൂടുമ്പോൾ വിരമിക്കുന്നത്? 1/3 അംഗങ്ങൾ. തിരിച്ചു ചോദിക്കാം, രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? 2 വർഷം കൂടുമ്പോൾ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് അങ്ങ് പഠിച്ചു വെച്ചോളൂ. 1/3 ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ റിട്ടയർ എവറി 2 years. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിച്ചു കൊണ്ടേയിരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. ക്ലിയർ ആയെന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് രാജ്യസഭയുടെ പ്രധാനപ്പെട്ട. ഇനി നമുക്ക് നോക്കാം മെമ്പർഷിപ്പ് എങ്ങനെ നോക്കാം? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതാര്? നോക്കാം. ഇലക്ഷൻ. എങ്ങനെയാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ലെജിസ്ലേറ്റീവ് അസംബ്ലി. രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മൾ നേരിട്ട് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നുണ്ടോ? ജനങ്ങൾ. നിങ്ങൾ എന്നെങ്കിലും രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ? വോട്ട് ചെയ്തിട്ട് വരട്ടെ, രാജ്യസഭയിലെ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും പോളിംഗ് ബൂത്തിൽ പോയിട്ടുണ്ടോ? പറ്റില്ല. കാര്യം എന്താണ്? അത് ഡയറക്റ്റ് ഇലക്ഷൻ അല്ല.
ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അത് തിരഞ്ഞെടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ കാണാതെ പഠിക്കണ്ട. രാജ്യസഭ ഈസ് എ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പം സംസ്ഥാനത്തെ നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ്, തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പേഴ്സ്, ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളെന്ന് പറയുമ്പോൾ നിയമസഭകളുള്ള യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ, അവർക്കും കഴിയും. അപ്പോൾ സംസ്ഥാന നിയമസഭകളിലെയോ യൂണിയൻ ടെറിട്ടറിയിലെയോ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭകളുള്ള യൂണിയൻ ടെറിട്ടറി, സംസ്ഥാന നിയമസഭകളിലോ അതുപോലെ തന്നെ നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയോ അംഗങ്ങൾ ചേർന്നാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാ അംഗങ്ങളെ. അല്ലാതെ പാർലമെൻറ്റിലെ അംഗങ്ങളൊന്നുമല്ല. രാജ്യസഭയിലെയും നിലവിലുള്ളതോ ലോകസഭയിലെ അംഗങ്ങളോ ഒന്നും വോട്ട് ചെയ്യാൻ വരില്ല. കാരണം രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്, സംസ്ഥാനങ്ങൾക്കാണ് അവിടെ റോള്. അപ്പോൾ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമസഭാ അംഗങ്ങൾ ആണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം വരെയാണ്. സീറ്റ് അലോക്കേഷൻ, വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സീറ്റ് അലോക്കേഷൻ ടു രാജ്യസഭ? രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ സീറ്റ് നിർണയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകളുണ്ട്. അതിൽ എത്രാമത്തെ ഷെഡ്യൂളിലാണ് രാജ്യസഭയിലേക്കുള്ള സീറ്റ് നിർണയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ 4-ാം ഷെഡ്യൂളിലാണ്. ഭരണഘടനയിലെ 4-ാം ഷെഡ്യൂളിലാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ സീറ്റ് നിർണയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതിരിക്കുക. ഇനി സ്ട്രെങ്ത്, അതിൽ അംഗസംഖ്യ എത്രയാണ്? മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 80 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മാക്സിമം സ്ട്രെങ്ത് ഈസ് 250, 250 പേര്. രാജ്യസഭയിൽ 250 പേര് വരെ ആകാം. ബട്ട് കറൻ്റ്ലി 245, 245 പേരാണ് നിലവിലുള്ളത്. പരമാവധി എത്രയാകാം? 250 ആകാം. നിലവിൽ എത്രയേ ഉള്ളൂ? 245. അതെങ്ങനെ? 233 ഇലക്റ്റഡ് മെമ്പേഴ്സും 12 നോമിനേറ്റഡ് മെമ്പേഴ്സ് ബൈ ദി പ്രസിഡന്റ്. അതിനി പറയാം നമുക്ക്. രാഷ്ട്രപതി 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യും. 335 പേര് തിരഞ്ഞെടുക്കപ്പെട്ട, അതും കൂടെ ഞാനൊന്ന് വ്യക്തമാക്കാം. ഈ 335 എന്ന് പറയുന്നത് 325 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും, 8 പേര് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും, 12 പേര് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നതും. അങ്ങനെയാണ് 245. കൂട്ടുമ്പോൾ കറക്റ്റ് കിട്ടുമോ? 245 എങ്ങനെയാണ്? 245 225 ഇലക്റ്റഡ് മെമ്പേഴ്സ് ഫ്രം സ്റ്റേറ്റ്, 8 elected members from union territories and 12 members nominated by the president, രാഷ്ട്രപതി. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും, നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ പ്രസിഡന്റ് ടു രാജ്യസഭ. only 12 members, 12 പേര് മാത്രം. 12 പേര്. എങ്ങനെയുള്ള 12 പേര് എന്നും കൂടി നിങ്ങൾ പഠിക്കണം. These are chosen from the experts in arts, literature, science and social service. കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 അംഗങ്ങളെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. ദി പേഴ്സൺ ഹൂ ഷോഡ് എക്സലൻസി in the field of art, literature, science and social service. ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 അംഗങ്ങളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. ഈ സിസ്റ്റം എവിടുന്ന് കടം വാങ്ങിയാണ്? നോമിനേഷൻ ഓഫ് പ്രസിഡന്റ്, നോമിനേഷൻ ഓഫ് 12 members by the president to രാജ്യസഭ ഈസ് ബോറോഡ് ഫ്രം അയർലൻഡ്. അയർലൻഡിൽ നിന്നാണ് ഈ സിസ്റ്റം കടം വാങ്ങിയത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അയർലൻഡിൽ നിന്നാണ് DPSP, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഈ കാര്യം 3 കാര്യങ്ങൾ ഓർക്കുക. അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്,
നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ബൈ ദി പ്രസിഡന്റ് ടു രാജ്യസഭ. ഈ 3 കാര്യങ്ങളും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടം വാങ്ങിയത്. അപ്പോൾ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 അംഗങ്ങളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. അവിടെ ഒരു ചെറിയൊരു അപകടവും കൂടെ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ പരീക്ഷ ചെല്ലുമ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ പ്രസിഡന്റ് ടു പാർലമെന്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. ഈ ചോദ്യം മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ എൻ്റെ ഉത്തരം എന്തായിരുന്നു? പാർലമെന്റിലേക്ക് രാഷ്ട്രപതി എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു വെച്ചാൽ രാജ്യസഭയിൽ 12, മുമ്പ് നമ്മൾ പറയും ലോകസഭയിൽ 2, അങ്ങനെ 14 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് 2020 വരെ. എന്നാൽ 2020 104-ാം ഭേദഗതിയിലൂടെ 104th Amendment Act abolished the nomination of Anglo-Indian representative to ലോക്സഭ. അത് നിർത്തലാക്കി. ഇപ്പോഴും ഇതില്ല. അപ്പോൾ എത്ര അംഗങ്ങളെ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു എന്നോ രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് 12 പേര്. കാരണം 12 പേരെ മാത്രമേ ഇപ്പം പാർലമെന്റിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നുള്ളൂ. അത് ഒരു സഭയിൽ മാത്രമാണ്, രാജ്യസഭയിലാണ്, ലോകസഭയിൽ ആരുമില്ല. അതും കൂടെ മനസ്സിലാക്കി വയ്ക്കുമല്ലോ. ഇതെങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ കുഴപ്പിച്ച് കളയും. അടുത്ത നോക്കൂ, ഏജ് എലിജിബിലിറ്റി. മിനിമം ഏജ് ടു ബിക്കം എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിൽ അംഗമാകാൻ വേണ്ട കുറഞ്ഞ കുറഞ്ഞ ഏജ് ലിമിറ്റ്, രാജ്യസഭയിലേക്ക് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സ്. നമ്മൾ മുമ്പ് ഒരു ചാർട്ടൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് ഓർമ്മ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പഞ്ചായത്ത് രാജൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാനൊരു ചാർട്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ 35 വയസ്സ്. രാജ്യസഭാ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 30 വയസ്സ്. ലോകസഭാ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി 25 വയസ്സ്. മെമ്പേഴ്സ് ഓഫ് ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ 21 വയസ്സ്. ആ ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഇതാണ് ഏജ്, മിനിമം ഏജ് ടു ബിക്കം എ മെമ്പർ ഓഫ് രാജ്യസഭ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്, 30 വയസ്സ്. ഇനി നോക്കാം നമുക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് സീറ്റ് റെക്കോർഡ്സ്. ഹയസ്റ്റ് സീറ്റ്, ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്, 31 രാജ്യസഭാ സീറ്റ്. ലോകസഭയിലും UPക്ക് തന്നെയാണ് 80 സീറ്റുകൾ. ആ ലോകസഭ എടുക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, 19 സീറ്റ്. എന്നാൽ അത് രണ്ടും ഓർമ്മിച്ചിരുന്നാൽ മതി. എന്നാൽ നമ്മുടെ സംസ്ഥാനമോ? കേരള സീറ്റ്സ് എത്രയാണ്? നമ്പർ ഓഫ് രാജ്യസഭാ സീറ്റ് ഫ്രം കേരള 9 സീറ്റ്. 9 രാജ്യസഭാ സീറ്റുകൾ മാത്രമേ നമുക്കുള്ളൂ. ഇനി സിംഗിൾ സീറ്റ് സ്റ്റേറ്റ് ഉണ്ട്, അതായത് ഓരോ സീറ്റുകൾ മാത്രമുള്ള ഓരോ രാജ്യസഭ. അത് നല്ല ചോദ്യമാണ്. രാജ്യസഭയിൽ 1 സീറ്റ് മാത്രമുള്ള സംസ്ഥാനങ്ങൾ മിസോറാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ, നാഗാലാൻഡ്, ത്രിപുര ആൻഡ് മേഘാലയ. ഏതാണ്ട് 8ഓളം സംസ്ഥാനങ്ങൾ. 1, 2, 3, 4, 5, 6, 7, 8 സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ രാജ്യസഭാ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. രാജ്യസഭയിലേക്ക് ഓരോ വ്യക്തികൾ മാത്രമേ വരുള്ളൂ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന്. മിസോറാമിൽ അതൊന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. താഴെ പറയുന്നവയിൽ 1 രാജ്യസഭാ സീറ്റ് മാത്രമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഇതിലേതെങ്കിലും ഒരു സംസ്ഥാനമായിരിക്കും ആൻസറായി വരുന്നത്. പഠിച്ചു വയ്ക്കണം. മിസോറാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, സിക്കിം, ഗോവ, നാഗാലാൻഡ്, ത്രിപുര ആൻഡ് മേഘാലയ all have only 1 seat. ക്ലിയർ ആയോ? ഇനി നോക്കുക, പവേഴ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് രാജ്യസഭ. വെരി ഇമ്പോർട്ടൻറ്റ്. സ്പെഷ്യൽ പവേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയ്ക്ക് ഉള്ള പ്രത്യേക വിശേഷ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, രാജ്യസഭ ക്യാൻ ഓതറൈസ് പാർലമെൻറ്റ് ടു മേക്ക് ലോ ഓൺ ദി സ്റ്റേറ്റ് ലിസ്റ്റ് സബ്ജക്റ്റ് അണ്ടർ ആർട്ടിക്കിൾ 249. ഭരണഘടനയുടെ 249-ാം ആർട്ടിക്കിൾ പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം നിർബന്ധമാണ്, ആർട്ടിക്കിൾ 249 പ്രകാരം. മറക്കരുത്.
അത് രാജ്യസഭയുടെ ഒരു പ്രത്യേക അധികാരമല്ലേ? നോക്കൂ, രാജ്യസഭ ക്യാൻ ഓതറൈസ് ക്രിയേഷൻ ഓഫ് ന്യൂ ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സിവിൽ സർവീസുകൾ സൃഷ്ടിക്കാനുള്ള അധികാരവും രാജ്യസഭയ്ക്കാണ്. ആർട്ടിക്കിൾ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അണ്ടർ ആർട്ടിക്കിൾ 312 312 വകുപ്പ്, ഇന്ത്യൻ ഭരണഘടനയിലെ 312 വകുപ്പ് പ്രകാരം അഖിലേന്ത്യാ സിവിൽ സർവീസുകൾ സൃഷ്ടിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കാണ്. മറക്കാതിരിക്കുക, രാജ്യസഭ ക്യാൻ ഓതറൈസ് ക്രിയേഷൻ ഓഫ് ന്യൂ ഓൾ ഇന്ത്യ സർവീസ് അണ്ടർ ആർട്ടിക്കിൾ 312 312 വകുപ്പ് പ്രകാരം അഖിലേന്ത്യാ സിവിൽ സർവീസുകൾ സൃഷ്ടിക്കുന്നത് രാജ്യസഭയാണ്. അപ്പോൾ അത് വിശേഷാധികാരമല്ലേ 2. അതായത് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയത്തിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ രാജ്യസഭ ഓതറൈസ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ ഓൾ ഇന്ത്യ സിവിൽ സർവീസുകൾ 312 വകുപ്പ് പ്രകാരം രൂപീകരിക്കാനുള്ള അധികാരവും രാജ്യസഭയ്ക്കാണ്. സ്പെഷ്യൽ പവർ അല്ലേ? ഇനി പവേഴ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് രാജ്യസഭയാണ് നമ്മൾ പറയുന്നത്. ഇനി അതിലെ പവേഴ്സിലേക്ക് തീർന്നില്ല. അടുത്ത പവർ നോക്കൂ. ഇറ്റ് ക്യാൻ ഇനിഷ്യേറ്റ് റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രാജ്യസഭയിലാണ്. രാജ്യസഭയാണ് അത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. കാര്യം എന്താണ്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രാജ്യസഭാ ചെയർമാനാണ്. അപ്പോൾ രാജ്യസഭാ ചെയർമാനെ അഥവാ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം പാസ്സാക്കേണ്ടത് രാജ്യസഭയിലാണ്. എ റെസൊല്യൂഷൻ ടു റിമൂവ് വൈസ് പ്രസിഡന്റ് മേ ഒൺലി ബി സബ്മിറ്റഡ് ടു രാജ്യസഭ ആൻഡ് നോട്ട് ഇൻ ദി ലോക്സഭ. ആർട്ടിക്കിൾ 67 പ്രകാരം ഈ ആർട്ടിക്കിളൊക്കെ പഠിച്ചോളുക. ആർട്ടിക്കിൾ 67 എന്താണ്? റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പറയുന്നത് ആർട്ടിക്കിൾ 67 ആർട്ടിക്കിൾ 67 പ്രകാരം ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം പാസ്സാക്കേണ്ടത് രാജ്യസഭയാണ്. പിന്നീട് ലോകസഭയും പാസ്സാക്കും. പക്ഷേ രാജ്യസഭയാണ് കൂടുതൽ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കേണ്ടത്. ഏത് ഭൂരിപക്ഷത്തിൽ? അതാണ് പ്രധാന ചോദ്യം. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. വാസ്തവത്തിൽ അതിനെ പറയുന്ന വാക്കിതാണ് മെജോറിറ്റി ഓഫ് ഓൾ ദെൻ മെമ്പേഴ്സ്. മെജോറിറ്റി ഓൾ ദെൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സഭയിലുള്ള അംഗസംഖ്യയുടെ 50% കൂടുതൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് എഫക്റ്റീവ് മെജോറിറ്റി. എഫക്റ്റീവ് മെജോറിറ്റിയിൽ രാജ്യസഭയിൽ പ്രമേയം പാസ്സാക്കണം. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ പകുതി കൂടുതലല്ല, സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 3/2 ഭൂരിപക്ഷമല്ല, സഭയിലെ മൊത്തം അംഗസംഖ്യയിൽ നിന്ന് നിലവിലുള്ള വേക്കൻസി ഒഴിവാക്കി. ഞാൻ ഉദാഹരണം പറയാം, എന്തായാലും മനസ്സിലാവുള്ളൂ. 243 പേരല്ലേ, 245 പേരല്ലേ നിലവിൽ രാജ്യസഭയിലുള്ളത്. അതിൽ 5 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. സഭയിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തവരെന്നല്ല ഉദ്ദേശിക്കുന്നത്, ആ അംഗമേ ഇല്ല, അവർ രാജിവെച്ച് പോവുകയോ അവരെ നീക്കം ചെയ്യുകയോ എന്ത് കാരണത്താൽ 5 സീറ്റുകൾ ഇപ്പോൾ രാജ്യസഭയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. എങ്കിൽ ആ 5 സീറ്റുകൾ ഇത് നമുക്ക് കുറയ്ക്കണം. അപ്പോൾ 240 പേര്, ഇവരെയാണ് പറയുന്നത് ഓൾ ദെൻ മെമ്പേഴ്സ് എന്ന്. ഇപ്പം നിലവിലുള്ള അംഗസംഖ്യ അതിൻ്റെ പകുതി കൂടുതൽ സപ്പോർട്ട് വേണം രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി നീക്കം ചെയ്യുന്നുള്ള പ്രമേയം പാസ്സാക്കുക. അതിൻ്റെ പേരാണ് എഫക്റ്റീവ് മെജോറിറ്റി. നോട്ട് അബ്സല്യൂട്ട് മെജോറിറ്റി, നോട്ട് സ്പെഷ്യൽ മെജോറിറ്റി, ബട്ട് എഫക്റ്റീവ് മെജോറിറ്റി. സഭയിൽ നിലവിലുള്ള അംഗസംഖ്യയിൽ നിന്ന് വേക്കൻസി ഒഴിവാക്കി കിട്ടുന്ന അംഗസംഖ്യയുടെ പകുതി കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ രാജ്യസഭയിൽ ആരെ നീക്കം ചെയ്യാനുള്ള പ്രമേയം പാസ്സാവുകയുള്ളൂ, ഉപരാഷ്ട്രപതി നീക്കം ചെയ്യാൻ. എന്നിട്ട് ആ പ്രമേയം ലോകസഭയ്ക്ക് അയച്ചു കൊടുക്കും. ലോകസഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ അത് പാസ്സാക്കിയാൽ മതി. അത് പിന്നെ ഉപരാഷ്ട്രപതി എടുക്കുമ്പോൾ ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഇപ്പം ഞാൻ സാന്ദർഭികമായി ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ രാജ്യസഭയുടെ വിശേഷാധികാരങ്ങൾ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയങ്ങളിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ രാജ്യസഭ അംഗീകരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് ആവശ്യമെന്ന് കണ്ടാൽ രാജ്യ താൽപ്പര്യത്തിനു വേണ്ടി അഖിലേന്ത്യാ സിവിൽ സർവീസുകൾ 312 വകുപ്പ് പ്രകാരം സൃഷ്ടിക്കുന്നത് രാജ്യസഭയാണ്. ഉപരാഷ്ട്രപതി നീക്കം ചെയ്യാനുള്ള റെസൊല്യൂഷൻ മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. ഇനി അതുപോലെ തന്നെ നോക്കാം, ഇറ്റ് ക്യാൻ എൻഫോഴ്സ് പ്രൊക്ലമേഷൻ എമർജൻസി ഇഫ് ലോക്സഭ ഈസ് ഡിസോൾഡ്. ലോകസഭ നിലവിലില്ല, സമ്മേളനം നടക്കുന്ന കാലമല്ല, അല്ലെങ്കിൽ ലോകസഭ സമ്മേളനമല്ല, ലോകസഭ നിലവിൽ, ലോകസഭ പിരിച്ചു വിട്ടു. ഇതാ നമ്മുടെ രാഷ്ട്രപതി ഒരു
എമർജൻസി, നാഷണൽ എമർജൻസിയും ഡിക്ലെയർ ചെയ്തു. സാധാരണ എമർജൻസി ഡിക്ലെയർ ചെയ്താൽ നാഷണൽ എമർജൻസി ആണ് എങ്കിൽ നിങ്ങൾക്കറിയാം 1 മാസത്തിനകം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി അംഗീകരിക്കണ്ടേ. പക്ഷേ ഇപ്പോൾ ലോകസഭയില്ല. അപ്പോൾ പിന്നെ ആർക്കാണ് ആ റോള് കിട്ടുന്നത്? രാജ്യസഭ. രാജ്യസഭ ക്യാൻ എൻഫോഴ്സ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇഫ് ലോക്സഭ ഇസ് ഡിസോൾവ്. ലോക്സഭ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാജ്യസഭയ്ക്കാണ്. ഇതെല്ലാം രാജ്യസഭയുടെ വിശേഷ അധികാരങ്ങളാണ്. നോക്കൂ, രാജ്യസഭ മസ്റ്റ് പാസ് എ റെസൊല്യൂഷൻ വിത്ത് എ മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ്. ഇതെല്ലാം നമുക്ക് രാജ്യസഭ മസ്റ്റ് പാസ് എ റെസൊല്യൂഷൻ വിത്ത്, ഇത് നമ്മൾ പറഞ്ഞ ഈ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള മെജോറിറ്റിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ക്ലിയറായോ? ഓർത്തോണേ. ദെൻ ലിമിറ്റേഷൻ. ഇനി രാജ്യസഭയ്ക്ക് അധികാരമില്ലാത്ത, നോ പവർ ഇൻ ദീസ് ഏരിയാസ്. രാജ്യസഭയ്ക്ക് അധികാരമില്ലാത്തത് ഏതൊക്കെ വിഷയങ്ങളിലാണെന്ന് നോക്കാം. മണി ബില്ല്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. മണി ബിൽ അവതരിപ്പിക്കുന്ന ലോകസഭയിലാണ്, രാജ്യസഭയ്ക്ക് റോളില്ല. നോക്കൂ, രാജ്യസഭ കനോട്ട് റിജക്റ്റ് ഓർ അമെൻഡ് ദം. ബിൽ മസ്റ്റ് ബി റിട്ടേൺ ബൈ ദി രാജ്യസഭ ടു ലോക്സഭ വിത്തിൻ 14 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് റെസിപ്റ്റ്. ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മണി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയാൽ ആ ബില്ല് പാസ്സായി. എന്നിട്ടത് രാജ്യസഭയ്ക്ക് അയച്ചു കൊടുക്കും. രാജ്യസഭയ്ക്ക് അത് റിജക്റ്റ് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ ഒന്നും അധികാരമില്ല. കൃത്യമായി പറഞ്ഞാൽ ലോകസഭ പാസ്സാക്കുന്ന മണി ബില്ല് അംഗീകരിക്കുകയേ നിവർത്തിയുള്ളൂ രാജ്യസഭയ്ക്ക്. എത്ര ദിവസം ആ ബില്ല് രാജ്യസഭയ്ക്ക് കൈവശം വയ്ക്കാം? 14 ദിവസം. അത് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. രാജ്യസഭ മസ്റ്റ് റിട്ടേൺ മണി ബിൽ വിത്തിൻ ദി പീരീഡ് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ 14 days. 14 ദിവസത്തിനകം രാജ്യസഭ മണി ബില്ല് തിരിച്ചയച്ചിരിക്കണം. PSയുടെ സ്ഥിരം ക്വസ്റ്റ്യനാണ്, മറക്കരുത്. അപ്പോൾ മണി ബില്ലിൻ്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് അധികാരമില്ല. അതുപോലെ തന്നെ നോക്കൂ, കനോട്ട് പാസ് എ നോൺ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിൽ മാത്രമാണ്, രാജ്യസഭയ്ക്ക് അധികാരമില്ല. അവിശ്വാസ പ്രമേയമല്ല, വിശ്വാസ പ്രമേയം ആയാലും കോൺഫിഡൻസ് മോഷൻ ആൻഡ് നോൺ കോൺഫിഡൻസ് മോഷൻ കനോട്ട് ബി ഇനിഷ്യേറ്റഡ് അല്ലെങ്കിൽ കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ. ദി എക്സ്ക്ലൂസീവ് പവർ റിഗാർഡിംഗ് ദിസ് ഈസ് ലോക്സഭ. ലോകസഭയ്ക്കാണ് അതിൻ്റെ അധികാരമെന്ന് പറയുന്നത്. ലോകസഭയിൽ മാത്രമാണ് വിശ്വാസപ്രമേയവും അവിശ്വാസപ്രമേയവും ഒക്കെ അവതരിപ്പിക്കുന്നത്. എക്സ്ക്ലൂസീവ് ടു ലോക്സഭയാണ്, രാജ്യസഭയ്ക്ക് അധികാരമില്ല. അപ്പോൾ നേരത്തെ വിശേഷ അധികാരങ്ങൾ പറഞ്ഞതിനൊപ്പം തന്നെ അധികാരമില്ലാത്ത കാര്യം കൂടി നമ്മൾ പറയുകയാണ്. ക്ലിയറായോ? നോക്കൂ, ഗ്രാൻസ്. ഇനി അടുത്തൊരു ഗ്രാൻറ്റുകൾ, സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട കനോട്ട് വോട്ട് ഓൺ അക്കൗണ്ട്. രാജ്യസഭയ്ക്ക് അതിന് സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുക, വോട്ട് ഓൺ അക്കൗണ്ടിൽ പങ്കെടുക്കാനുള്ള അവകാശമില്ല. പവർ എക്സ്ക്ലൂസീവ്ലി റിസർവ്ഡ് ഫോർ ലോക്സഭ. അതായത് ഓരോ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ ചെലവുകൾക്ക് പാർലമെൻറ്റ് ഓരോ ചെലവുകൾക്ക് പണം അനുവദിക്കുന്നത് ലോകസഭ പാസ്സാക്കിയാണ്, രാജ്യസഭയ്ക്കല്ല. രാജ്യസഭയ്ക്ക് അവിടെ റോളില്ല. അപ്പം അവിശ്വാസപ്രമേയം വിശ്വാസപ്രമേയം അവതരിപ്പിക്കാൻ രാജ്യസഭയിൽ കഴിയില്ല. ഓരോ കാര്യങ്ങൾക്ക് രാജ്യസഭയിൽ നിന്ന് നമ്മുടെ പാർലമെൻറ്റ് ഫണ്ട് അനുവദിക്കുന്നത് ലോകസഭയിലാണ്, അവിടെ റോളില്ല. മണി ബില്ലിൻ്റെ കാര്യത്തിൽ, മറ്റ് ധനബില്ലുകളുടെ കാര്യത്തിൽ ഒന്നും രാജ്യസഭയ്ക്ക് റോളില്ല. ശ്രദ്ധിക്കണം. ഇനി എമർജൻസിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയണം. കനോട്ട് പാസ് എ റെസൊല്യൂഷൻ ടു ഡിസ്കണ്ടിന്യൂ എ നാഷണൽ എമർജൻസി. ദേശീയ അടിയന്തരാവസ്ഥ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ, അത് റിവോക്ക് ചെയ്യാനുള്ള, പിൻവലിക്കാനുള്ള പ്രമേയം പാസ്സാക്കേണ്ടത് ലോകസഭയിൽ മാത്രമാണ്, രാജ്യസഭയ്ക്ക് റോളേ ഇല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയും ലോകസഭയും 1 മാസത്തിനകം അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം, അംഗീകരിച്ചിരിക്കണമെന്നുണ്ട്. പക്ഷെ പിൻവലിക്കുന്നത് ലോകസഭയിൽ മാത്രം തീരുമാനമെടുത്താൽ മതി. അപ്പോൾ അവിടെയും രാജ്യസഭയ്ക്ക് റോളില്ല. നല്ല പോയിന്റുകളാണ്, മറക്കരുതേ. നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അടുത്ത് നോക്കൂ, രാജ്യസഭ. ദി രാജ്യസഭ ഈസ് ദി അപ്പർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഇറ്റ് ഈസ് ഹൗസ് ഇൻ വിച്ച് representation is given to state in proportion to their population. രാജ്യസഭ ഈസ് അപ്പർ ഹൗസ്, നമ്മൾ പഠിച്ചതേ ഉള്ളൂ, അത് ഉപരിസഭയാണ്. ഇറ്റ് ഈസ് എ ഹൗസ് ഇൻ വിച്ച് റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ടു സ്റ്റേറ്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ പോപ്പുലേഷൻ. രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നിശ്ചയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിലുമുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് കേരളത്തിൽ രാജ്യസഭാ സീറ്റുകൾ കുറഞ്ഞത്.
ഉത്തർപ്രദേശിൽ 31 രാജ്യസഭാ സീറ്റുകൾ ഉള്ളത് എന്തുകൊണ്ട്? അവിടെ ജനസംഖ്യ കൂടുതലാണ്. 19 സീറ്റുകൾ മഹാരാഷ്ട്രയിലുണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? കേരളത്തെക്കാളും ജനസംഖ്യ കൂടുതലാണ്. അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭാ സീറ്റുകൾ നിർണ്ണയിക്കുന്നത്. ഓർത്തുകൊള്ളുക. മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ഇന്ത്യൻ സിറ്റിസൺ ഹൂ ഹാവ് കംപ്ലീറ്റഡ് ദി ഇതാദ്യമൊന്നും ഇത്രയൊന്നും പഠിക്കുക. അതായത് ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അത് യൂണിയൻ ടെറിട്ടറിയിലെ അസംബ്ലി ആയാലും ശരി, നമ്മുടെ അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറിയിലോ അല്ലാതെ സംസ്ഥാന അസംബ്ലിയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നോക്കൂ, ഇന്ത്യൻ സിറ്റിസൺ ഹൂ ഹാവ് കംപ്ലീറ്റഡ് 30 years ഓഫ് ഏജ് ആർ എലിജിബിൾ ടു കണ്ടസ്റ്റ് ഇൻ രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള 30 വയസ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രാജ്യസഭ ഈസ് എ പെർമനൻറ്റ് ഹൗസ്. ദി ടേം ഓഫ് ഓഫീസ് ഓഫ് മെമ്പേഴ്സ് ഈസ് 6 years. അംഗങ്ങളുടേത് 6 വർഷമാണ്. 1/3 ഓഫ് ദി മെമ്പേഴ്സ് റിട്ടയർ എവരി 2 years. എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഇലക്ഷൻസ് ആർ ഹെൽഡ് ടു ഫിൽ ദോസ് വാക്കൻസീസ്. രാജ്യസഭ ഈസ് ചെയർഡ് ബൈ വൈസ് പ്രസിഡന്റ്. രാജ്യസഭയുടെ ചെയർമാൻ, അത് നമ്മൾ പറയാൻ പോവുകയാണ്. വൈസ് ചെയർമാനാണ്. ദി മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ നമ്മൾ പറഞ്ഞതാണ് 250. പക്ഷേ അതിൽ എങ്ങനെയൊക്കെയാണ്? അതിൽ 338 ഇലക്റ്റഡ് ആൻഡ് റിമൈനിങ് 12. അത് കുറേ കൂടെ ഞാൻ വ്യക്തമായി പറഞ്ഞു. 225 സ്റ്റേറ്റുകളിൽ നിന്നും 8 യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും 12 രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് 240 പരമാവധി ഇത്രയാകാമെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളിങ്ങനെ ഓർമ്മിച്ചാൽ മതി. പരമാവധി അംഗസംഖ്യയിൽ പിന്നെ ആ 8ൻ്റെ കാര്യം പറയേണ്ട. പരമാവധി അംഗസംഖ്യ 280 അതായത് 338 ഇലക്റ്റഡ് മെമ്പേഴ്സും പിന്നെ 12 പേര് ഏതാണ്? രാഷ്ട്രപതി നോമിനേറ്റ്. 245 പേര് പറയുമ്പോഴാണ് 225 + 8 + 12 നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ? ദെൻ ഇറ്റ് ഈസ് ഫോം ദി രാജ്യസഭ. ദി പ്രൊസീഡിങ്സ് ടു റിമൂവ് വൈസ് പ്രസിഡന്റ് ബിഗിൻസ്. രാജ്യസഭയിലാണ് വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. രാജ്യസഭ ഈസ് വെസ്റ്റഡ് വിത്ത് ദി പവർ ടു മാൻഡേറ്റ് ദി പാർലമെൻറ്റ് ടു ക്രിയേറ്റ് ന്യൂ ഓൾ ഇന്ത്യ സിവിൽ സർവീസ്. 312 വകുപ്പ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? പുതിയ അഖിലേന്ത്യാ സിവിൽ സർവീസുകളൊക്കെ സൃഷ്ടിക്കാൻ രാജ്യസഭയ്ക്കാണ് അധികാരമുള്ളത്. ഓർമ്മിച്ചോളൂ. ഇനി നോക്കൂ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചെയർമാൻ ആരായിരിക്കും? രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? രാജ്യസഭയുടെ ചെയർമാൻ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ രാജ്യസഭയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നതാര് എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കില്ല. രാജ്യസഭയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നില്ല. ഹീസ് ആൻ എക്സ് ഒഫിഷ്യോ ചെയർമാനാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതും മറക്കരുത്. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? എക്സ് ഒഫിഷ്യോ ചെയർമാനാണ്, മറക്കരുത്. എന്നാൽ ഡെപ്യൂട്ടി ചെയർമാനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ചെയർമാൻ ഓഫ് രാജ്യസഭ, ദി ഡെപ്യൂട്ടി ചെയർമാൻ പ്രിസൈഡ്സ് ഓവർ ദി മീറ്റിംഗ്. രാജ്യസഭാ ചെയർമാൻ്റെ അഭാവത്തിൽ രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഡെപ്യൂട്ടി ചെയർമാനാണ്. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഈസ് ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ഫ്രം എമംഗ് ദംസെൽസ്. ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നതാണ്. ആര് തിരഞ്ഞെടുക്കുന്നു? മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ഫ്രം എമംഗ് ദംസെൽസ്. രാജ്യസഭയിലെ അംഗങ്ങൾ അവരിൽ നിന്ന് തന്നെയാണ് ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. ചെയർമാനെ തിരഞ്ഞെടുക്കുന്നില്ല. ദെൻ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എക്സ് ഒഫിഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. മറക്കാതിരിക്കുക. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? SV കൃഷ്ണമൂർത്തി റാവു. കറണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ് സ്പെസിഫിക് സീറ്റ് റെക്കോർഡ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഹയ്യസ്റ്റ് സീറ്റ് 31 സീറ്റുകളാണ്. ഉത്തർപ്രദേശാണ്. സെക്കൻഡ് ഹയ്യസ്റ്റ് 19 സീറ്റ്. കേരളത്തിൽ 9 സീറ്റ്. സിംഗിൾ സീറ്റ് വരുന്നത് ഇത്രയും സീറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പേജാണ്. ഇനി ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, അതൊന്ന് ശ്രദ്ധിക്കണേ. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ആളാരാണ്? ആദ്യത്തെ ആള് ആര്? SV കൃഷ്ണമൂർത്തി റാവു. നിലവിലത് ഹരിവംശ് നാരായൺ സിംഗ്.
ഇനി നോക്കൂ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ തുടരുകയാണ്. ലോങ്ങസ്റ്റ് സെർവിംഗ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ നജ്മ ഹെപ്തുള്ള വനിതയാണ്. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി ചെയർപേഴ്സണായി പ്രവർത്തിച്ചത് നജ്മ ഹെപ്തുള്ള. വിമൺ ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ വയലറ്റ് ആൽവ, നജ്മ ഹെപ്തുള്ള, പ്രതിഭ പാട്ടീൽ. 3 പേരാണ് രാജ്യസഭയിൽ വനിതാ ചെയർപേഴ്സൺസ്മാരായി പ്രവർത്തിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് വുമൺ ടു ബിക്കം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിതയാര്? വയലറ്റ് ആൽവ. രണ്ടാമത്തെ വനിതയാര്? നജ്മ ഹെപ്തുള്ള. ഇവരാണ് ലോങ്ങസ്റ്റ് സെർവിങ്. ഏറ്റവും ഒടുവിലത്തെ വനിതയാര്? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി മാറിയ പ്രതിഭ പാട്ടീൽ. ഇവർ 3 പേരുമാണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി പ്രവർത്തിച്ചവർ. ഇനി നോക്കുക, ഫസ്റ്റ് മലയാളി ടു ബിക്കം ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി ആര്? അത് MM ജേക്കബാണ്. അദ്ദേഹമാണ് ഏറ്റവും കുറച്ചു കാലം ഡെപ്യൂട്ടി ചെയർമാനായി പ്രവർത്തിച്ചത്. MM ജേക്കബ്, ഷോർട്ടസ്റ്റ് ടേം ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, ഷോർട്ടസ്റ്റ് ടേം MM ജേക്കബാണ്. സെക്കൻഡ് മലയാളി ടു ബിക്കം ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ PJ കുര്യനാണ്. ഇന്ത്യയിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ രണ്ടാമത്തെ മലയാളി PJ കുര്യനാണ്. ഇനി രാജ്യസഭയുടെ സെക്രട്ടറി ജനറലിനെ കുറിച്ച് നോക്കാം. ഹെഡ് ഓഫ് രാജ്യസഭ സെക്രട്ടേറിയറ്റ് ആണ്. രാജ്യസഭയിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് രാജ്യസഭാ സെക്രട്ടേറിയറ്റിൻ്റെ തലവനെയാണ്. ഹെഡ് ഓഫ് രാജ്യസഭാ സെക്രട്ടേറിയറ്റിനെയാണ് നമ്മൾ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അപ്പോയിൻറ്റഡ് ബൈ സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ചെയർമാൻ ഓഫ് രാജ്യസഭ. ഉപരാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ പരീക്ഷയ്ക്ക് ചോദിക്കും. SN മുഖർജിയാണ് ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ. കറണ്ട് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ, നിലവിൽ രാജ്യസഭയിലെ സെക്രട്ടറി ജനറൽ PC മോദിയാണ്. പ്രമോദ് ചന്ദ്ര മോദി. PC മോദിയാണ് കറണ്ട് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ. ഫസ്റ്റ് വുമൺ ടു ബിക്കം സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ. രാജ്യസഭ സെക്രട്ടറി ജനറലായ ആദ്യ വനിത ആരാണ്? അത് VS രമാദേവിയാണ്. VS രമാദേവി ഈസ് ദി ഫസ്റ്റ് വുമൺ ടു ബിക്കം സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു തന്നെ എല്ലാം കൂടെ ചേർത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സണാലിറ്റീസിന് ഒരു ചാർട്ടിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. ചെയർമാൻ, രാജ്യസഭയുടെ ചെയർമാൻ നോക്കൂ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഫസ്റ്റ് ചെയർമാൻ ആൻഡ് 2 കോൺസിക്യൂട്ടീവ് ടേംസ്. അതായത് ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് നോക്കൂ, 2 തവണ തുടർച്ചയായ ഒരാളാണ് ആദ്യ ചെയർമാനായി വന്നത്. പക്ഷേ 2 തവണ തുടർച്ചയായ രാജ്യസഭാ ചെയർമാന്മാർ 2 പേരുണ്ട്. നോക്കൂ, ഫസ്റ്റ് ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് രാജ്യസഭ എന്ന് വിളിക്കുന്നത്. ലോങ്ങസ്റ്റ് സെർവിങ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യസഭയുടെ ചെയർമാന്മാരായി പ്രവർത്തിച്ച 2 പേര് 2 തവണ തുടർച്ചയായി ചെയർമാന്മാരായിരുന്നിട്ടുണ്ട്. ഇവിടെ ഒരാളുടെ പേരാണ് നിങ്ങളുടെ പറഞ്ഞ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എന്നാൽ ഹമീദ് അൻസാരിയും 2 കോൺസിക്യൂട്ടീവ് ടേംസ് 2 തവണ രാഷ്ട്രപതിയായി 2 തവണ ഉപരാഷ്ട്രപതിയായി അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ ആയി പ്രവർത്തിച്ചതാണ്. അപ്പം 2 തവണ രാജ്യസഭയുടെ ചെയർമാന്മാരായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഡോക്ടർ ഹമീദ് അൻസാരിയും. അതിൽ ലോങ്ങസ്റ്റ് സെർവിങ് ആരായിരുന്നു? ഹമീദ് അൻസാരിയാണ്. 1 ദിവസം കൂടുതലാണ്. നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനേക്കാൾ 1 ദിവസവും കൂടെ കൂടുതലാണ് ഹമീദ് അൻസാരി. അതുകൊണ്ട് ലോങ്ങസ്റ്റ് സെർവിങ് ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് സെർവിങ് ചെയർമാൻ ഓഫ് രാജ്യസഭ അത് VV ഗിരിയാണ്. ഇത് രാജ്യസഭ എന്ന് പറയുന്നത് പോലെയാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഉത്തരം. ഷോർട്ടസ്റ്റ് ടേം, ഷോർട്ടസ്റ്റ് ടേം, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഷോർട്ടസ്റ്റ് ടേം എന്നോ രാജ്യസഭാ ചെയർമാൻ ഷോർട്ടസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ VV ഗിരി. ദെൻ ഫസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ
എസ്.എൻ. മുഖർജി ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എസ്.എൻ. മിശ്രയാണ്. ഫസ്റ്റ് മലയാളി ചെയർമാൻ ഓഫ് രാജ്യസഭയുടെ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണൻ. ലോങ്സ്റ്റ് സെർവിങ് ഓപ്പോസിഷൻ ലീഡർ ഗുലാം നബി ആസാദാണ്. 2014 മുതൽ 21 വരെ ദീർഘകാലം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ ഗുലാം നബി ആസാദാണ്. മറക്കരുത്. ഇനി നോക്കുക, ഇമ്പോർട്ടൻ്റ് ഒഫീഷ്യൽ ബ്യൂറോസ്. കറണ്ട് ചെയർമാൻ, രാജ്യസഭയുടെ നിലവിലെ ചെയർമാൻ, നിലവിലെ ഉപരാഷ്ട്രപതി നിങ്ങൾക്കറിയാം CP രാധാകൃഷ്ണൻ. കറണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നരേൻ സിംഗ്, രാജ്യസഭയുടെയാണ്. കറണ്ട് ഓപ്പോസിഷൻ ലീഡർ മല്ലികാർജുൻ ഖാർഗെ. കറണ്ട് സെക്രട്ടറി ജനറൽ PC മോദി. ഇത് കറണ്ട് അഫേഴ്സ് ആണ്. ഇത്രയും കിടക്കുന്നത് വ്യക്തമായി പഠിക്കണം. ഇനി നോക്കൂ, ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം ദി മെമ്പർ ഓഫ് രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിതയാര്? ലക്ഷ്മി N. മേനോൻ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതല്ല, രാജ്യസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ലക്ഷ്മി N. മേനോനാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 1952 ബീഹാറിൽ നിന്നാണ് അവർ രാജ്യസഭയിലേക്ക് വരുന്നത്. എന്നാൽ അപ്പോൾ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഫസ്റ്റ് മലയാളി വുമൺ ഇലക്റ്റഡ് ടു രാജ്യസഭ ഫ്രം കേരളത്തിൽ നിന്ന് ആദ്യമായി രാജ്യസഭ അംഗമായ വനിതയായിരുന്നു വെച്ചാൽ ഭാരതി ഉദയഭാനു. അതായത് രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N. മേനോൻ 1952 ബീഹാറിൽ നിന്ന്. എന്നാൽ രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിത എവിടെ നിന്ന്? കേരളത്തിൽ നിന്ന് രാജ്യസഭ അംഗമായ ആദ്യം മലയാളി വനിത ഭാരതി ഉദയഭാനു. അവരുടെ ഒരു ബുക്ക് കൂടി ഓർമ്മിച്ചാൽ നന്നായിരിക്കും. അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക്, അങ്ങനെ പറഞ്ഞാൽ മതി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കല്ല, അത് VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. അടുക്കളയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് എന്ന കൃതി എഴുതിയത് ആരാണ്? അത് നമ്മുടെ ഭാരതി ഉദയഭാനു ആണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി ചെറിയ 1-2 കാര്യങ്ങളും കൂടി ഇവിടെ നോക്കണം. നോമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ നിങ്ങൾ നോക്കണം. ഫസ്റ്റ് വുമൺ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശിക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? രുക്മിണി ദേവി അരുണ്ടലെ. ഫസ്റ്റ് മലയാളി സർദാർ KM പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിതയോ? ഫസ്റ്റ് മലയാളി വുമൺ നിലവിലെ രാജ്യസഭാ അംഗമാണ് PT ഉഷ. നോക്കൂ, ഫസ്റ്റ് ഫിലിം സ്റ്റാർ നോമിനേറ്റഡ് ടു രാജ്യസഭ പൃഥ്വിരാജ് കപൂർ. ഹിന്ദി നടൻ, നിങ്ങൾക്കറിയാം, രാജ് കപൂറിൻ്റെയൊക്കെ അച്ഛൻ, വളരെ പ്രശസ്തനായ നടൻ പൃഥ്വിരാജ് കപൂറാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ താരം. പേര് മറക്കരുത്, മാറിപ്പോരുത്. പൃഥ്വിരാജ് സുകുമാരൻ എന്നായി പോരുത്. നമ്മുടെ ഈ പൃഥ്വിരാജ് കപൂറാണ്. അടുത്ത് നോക്കൂ, ഫസ്റ്റ് മലയാളി ഫിലിം സ്റ്റാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സിനിമാ താരം, നമ്മുടെ താരം ആര്? സുരേഷ് ഗോപി. അടുത്തത് ഫസ്റ്റ് പോയറ്റ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി ആരാണ്? മൈഥിലി ശരൺ ഗുപ്ത. ഫസ്റ്റ് മലയാളി പോയറ്റ് ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി അത് G. ശങ്കരക്കുറുപ്പ്. ഇത്രയും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഭംഗിയായി പഠിക്കുക. ഇനി ലോക്സഭ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ.